السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. വേദിയിലുള്ള ബഹുമാന്യനായ അധ്യക്ഷൻ റഷീദ് മാസ്റ്റർ, മറ്റു സാരഥികളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ പ്രോഗ്രാം ഇതിൻ്റെ അടുത്ത ഭാഗത്തൊക്കെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഏറെ അനുഗ്രഹീതമായ ഒരു വേദിയിൽ ഒരുമിച്ച് കൂടാനുള്ളൊരു തൗഫീക്ക് എനിക്കും നിങ്ങൾക്കും അള്ളാഹു നൽകിയിരിക്കുകയാണ്. ഇത് നമ്മിൽ നിന്നൊരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളോട് ഒരു പ്രാർത്ഥനാ വസിയത്ത് ആദ്യമേ പറയുകയാണ്. ഏതാനും സമയം മുമ്പ് നമ്മുടെ നിങ്ങൾക്കെല്ലാവർക്കും, മുതിർന്ന ആളുകൾക്കൊക്കെ നേരിട്ട് പരിചയമുള്ളൊരു വ്യക്തിയായിരിക്കും നമ്മുടെ NB സാലിം സാഹിബ്, അരീക്കോടുള്ള NB സാലിം ഖാൻ. അദ്ദേഹം കുടുംബസമേതം സൗദി അറേബ്യയിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ സുഹൈൽ, ആ മകനും അവരുടെ കുടുംബവും മദീനയിൽ നിന്ന് ദമ്മാമിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം മുമ്പ് ഒരു വാഹനാപകടം സംഭവിക്കുകയും അതിൽ സുഹൈലിൻ്റെ ഭാര്യയും ഒരു കുട്ടിയും മരണപ്പെടുകയും ചെയ്തു എന്നൊരു വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട്. മറ്റു കുട്ടികൾ അതുപോലെ തന്നെ സുഹൈലും ആശുപത്രിയിലും കഴിയുകയാണ്. അള്ളാഹു ആ മരണപ്പെട്ട സഹോദരിക്ക് ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പരിക്കേറ്റ കുടുംബത്തിനും സുഹൈലിനും അവൻ്റെ മക്കൾക്കുമൊക്കെ എത്രയും വേഗം അവരുടെ വേദനകൾ അള്ളാഹു മാറ്റി പൂർണ്ണമായ ആരോഗ്യത്തോടു കൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. ഈ ഒരു സംഭവത്തിൽ അവരുടെ കുടുംബം ഏറെ വേദനയിലാണ്. അവരിഷ്ടപ്പെടുന്നവരൊക്കെ അങ്ങേയറ്റം വേദനയിലാണ്. അവർക്കൊക്കെ ക്ഷമിക്കാനും സഹിക്കാനുമുള്ള ഒരു കരുത്ത് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതുപോലെ നമ്മുടെ പരിചയത്തിലൊക്കെയുള്ള പല ആളുകളും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മരണപ്പെട്ടവരുണ്ട്, രോഗികളായി കഴിയുന്നവരുണ്ട്. അവരൊക്കെ ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കണമെന്ന് ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. ഈ കാരപ്പുറം പ്രദേശം, ഇവിടെ ഇതുപോലെ എന്തൊരു പരിപാടി ഉണ്ടായാലും നേരത്തെ ആരിസ് മൗലവി പറഞ്ഞതുപോലെ എന്തോ അറിയില്ല, ഞങ്ങൾ ഇവിടെ ഇങ്ങനെ എത്തിപ്പെടാറുണ്ട്. അത് ഒഴിവുണ്ടായിട്ട് വരുന്നതല്ല, അതിവിടെ എന്തോ അറിയില്ല, ഒരു ഇരുമ്പും കാന്തവും കണ്ട പോലെയാണ്. നമ്മൾ ഒരു പ്രോഗ്രാം കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ വരും. അത് സാധാരണ നാട്ടുഭാഷയിൽ പറയാറുള്ളത് പോലെ തിന്നാലും കണ്ടവരെ കാണാനും പോയ പ്രദേശത്ത് പോകാനും കണ്ടത് അതുപോലുള്ള സംഗതികൾക്കൊക്കെ വലിയ ആഗ്രഹം മനുഷ്യനുണ്ടാവും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഞങ്ങളെയൊക്കെ വളരെ ചെറുപ്പം മുതൽ തന്നെ ചെറിയ MSMന്റെ പരിപാടികൾക്കും മറ്റുമൊക്കെ വരാറുള്ളൊരു പ്രദേശമാണ്. ഒരുപാട്
പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടായി. അതിനോടൊപ്പം ഒക്കെ നിങ്ങളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും ഒക്കെ പങ്കാളികളാകാനുള്ള ഒരു തൗഫീഖും അതാത് ഘട്ടങ്ങളിൽ ഞങ്ങൾക്കൊക്കെ ലഭിക്കാറുണ്ട്. ഈ പള്ളിയുടെ നിർമ്മാണവും ഒക്കെ അതിൽപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും അവസാനമായി വന്നത് നമ്മുടെ ആലിയമ്മക്ക മരണപ്പെട്ട അമ്മയാണ്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഇവിടെയുള്ളൊരു പ്രത്യേകത, ഇവിടെ കാരണവന്മാരും വളരെ പ്രായം ചെന്ന കാരണവന്മാരും ഈ പുതിയൊരു തലമുറയും അങ്ങനെ എല്ലാ പ്രായത്തിൽപ്പെട്ട ആളുകളും ഇവിടെ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ ആളുകളായിട്ട് ഉണ്ട് എന്നത് തന്നെയാണ്. ഈ കാരപ്പുറം പ്രദേശത്തിന്റെ ഒരു കാരണവർ സ്ഥാനത്ത് ഇരുത്താൻ പറ്റിയ ആളുകൾ ഈ ഒരു കൂട്ടായ്മയോടൊപ്പം ഉള്ളവർ തന്നെയായിരുന്നു. നമ്മുടെ കല്ലറ അഹമ്മദ് സാഹിബൊക്കെ അതിൽ പ്രത്യേകം നമ്മൾ ഈ സന്ദർഭത്തിൽ സ്മരിക്കേണ്ട വ്യക്തികൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളാണ് നമ്മുടെ ആലിയമ്മക്ക. ഇവിടെ വരുമ്പോൾ ഏത് സമയത്തും അവരെയൊക്കെ മനസ്സിലേക്ക് ഓർമ്മ വരാതെ നമുക്ക് ഇതിലൂടെ നടന്നു നീങ്ങാൻ സാധ്യമല്ല. ഒരുപാട് ത്യാഗങ്ങൾ ഇതിന് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി തൗഹീദിന് വേണ്ടി അനുഭവിച്ചവരാണ് അവരൊക്കെ. അള്ളാഹു അവർക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആലിയമ്മക്ക മരിക്കുന്നതിൻ്റെ ഒരു തൊട്ട് തലേന്ന് റഷീദ് മാഷ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം ഹോസ്പിറ്റലിലാണ്, മഞ്ചേരി കൊരമ്പയിലാണുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ അത് വിളിച്ച് പറയുന്ന സമയത്ത് ഞങ്ങളൊരു യാത്ര കഴിഞ്ഞ് വരികയാണ്. അപ്പൊ ആ യാത്ര ആ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു കൂടെ ആക്കി അദ്ദേഹത്തെ കാണാൻ വിചാരിച്ചു. യഥാർത്ഥത്തിൽ ചെന്ന് നോക്കുമ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ച് കിടക്കുന്നത് പോലെയാണ് അദ്ദേഹത്തെ കണ്ടപ്പോൾ തോന്നിയത്. മാസ്ക്, ഒരു ഓക്സിജന് വേണ്ടി ഒരു സാധനം വെച്ച് വളരെ പ്രയാസപ്പെട്ട് ശ്വാസമെടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തൽക്കാലം ആ ഒരു ഇത് മുഖത്തു നിന്നൊന്ന് മാറ്റിയപ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞത് ഇവർക്ക് ചായ കൊടുത്തോ. അവര് ശ്വാസം മുട്ടണീന്റെ ഇടയിൽ പോലും പറഞ്ഞാൽ വല്ലാതെ വിതുമ്പിപ്പോയ ഒരു ഘട്ടമാണത്. അങ്ങനെയുള്ള കുറെ നല്ല മനുഷ്യന്മാർ. ഇതൊക്കെ നമുക്കും തന്നെ ഒരു വലിയ ഒരു മാതൃകയാണ്, മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്താണ് എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ അവരൊക്കെ പടുത്തുയർത്തി ഈ സ്ഥാപനം ഏറ്റവും ഭംഗിയായി ഇത് കൊണ്ടുപോകാൻ നമ്മളെല്ലാവരും അതിന് പ്രതിജ്ഞാബദ്ധരാകണമെന്നതാണ് ഈ മഹല്ല് സമ്മേളനത്തിന്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത്. ഈ മഹല്ല് സമ്മേളനം യാദൃശ്ചികമായി സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടിയല്ല. ഇത് വളരെ ഉദ്ദേശപൂർവം സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ പള്ളി വകുപ്പ് അതിന്റെ കാര്യം കൈകാര്യം ചെയ്യുന്നത് നേരത്തെ സംസാരിച്ച നമ്മുടെ ഹാരിസ് മൗലവിയാണ്. ഇത് വളരെ കൃത്യമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കി ഒരു മഹല്ല് കോൺഫറൻസ് തന്നെ നമ്മൾ സംഘടിപ്പിച്ചു. ഭാരവാഹികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ സംഘടിപ്പിച്ചു. അതിലൊരു മഹല്ല് എങ്ങനെയായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ചില മാർഗരേഖകൾ ഭാരവാഹികൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ പെട്ട ഒരാശയമാണ്, ഭാരവാഹികൾ മാത്രമല്ല ഓരോ മഹല്ലിലെയും വ്യക്തികൾ കുടുംബസമേത മഹല്ലിലെ മുഴുവൻ നിവാസികളും ഒരുമിച്ച് ചേരുന്ന പ്രാദേശിക സംഗമങ്ങൾ കൂടി, മഹല്ല് സംഗമങ്ങൾ കൂടി സംഘടിപ്പിച്ചാൽ മാത്രമേ നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഒരു മഹല്ലിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവുകയുള്ളൂ എന്ന ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എവിടെയൊക്കെ മഹല്ലുകളുണ്ടോ അവിടെയൊക്കെ ഇതുപോലെയുള്ള മഹല്ല് കൂട്ടായ്മകൾ, സമ്മേളനങ്ങൾ, സംഗമങ്ങൾ നടന്നിരിക്കണം എന്ന് തീരുമാനിച്ചു. അൽഹംദുലില്ലാഹ് ഒരുപാട് സ്ഥലങ്ങളിൽ നടന്നു, പലതും ഷെഡ്യൂളായി കൊണ്ടിരിക്കുന്നു, മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഇന്നലെ പോലും അതിന്റെ കൺവീനർമാരുടെ ഒക്കെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കൂട്ടത്തിൽ പെട്ട ഒരു പ്രോഗ്രാമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കാരപ്പുറത്ത് നമ്മള് ഒരു ഒറ്റപ്പെട്ട് നടത്തുന്ന പ്രോഗ്രാം അല്ല, കേരളത്തിൽ എല്ലായിടത്തും നടക്കുന്നതാണ് എന്നതാണ് സൂചിപ്പിച്ചതിന്റെ ചുരുക്കം. അപ്പൊ ഇതിന് പ്രത്യേകമായി ചില ലക്ഷ്യങ്ങളും ഇതിൽ നിന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് നേടേണ്ടതുണ്ട്. ഇത് വളരെ ദീർഘമായി സംസാരിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കിത് പിരിഞ്ഞാല് 5 മിനിറ്റ് കൊണ്ട് വീട്ടിലേക്ക് എത്താം. എനിക്ക് 2 മണിക്കൂർ പിന്നെ യാത്രയാണ്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. ഇവിടെ ഇന്ന് നമുക്കറിയാം, നമ്മുടെ മുസ്ലിമീങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗം, അതിൽ മുസ്ലിമീങ്ങൾ
ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമ്മളെല്ലാവരും അറിയുന്നവരാണ്, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. നമുക്ക് പുറത്ത് ശത്രുവുണ്ട്, ആ ശത്രുവിൽ നിന്ന് ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരേ കാര്യം ശത്രുക്കൾ ചെയ്താൽ കുറ്റവും, അതേ കാര്യം നമ്മൾ മറ്റൊരു രീതിയിൽ ചെയ്താൽ അത് കുറ്റവുമല്ലാതെ മാറുന്ന ഒരു പ്രതിഭാസം എന്ന സമുദായത്തിൽ വളർന്നു വരുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയാം. അതായത് ഇസ്ലാമിന് പുറത്തുള്ള, സമുദായത്തിന് പുറത്തുള്ള, പ്രത്യേകിച്ച് ഇവിടെ മുസ്ലിമീങ്ങളെ തുരത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ശത്രുപക്ഷത്തുള്ള, വർഗീയമായി ചിന്തിക്കുന്ന ഈ സർക്കാർ അടക്കം, കേന്ദ്ര സർക്കാർ അടക്കമുള്ള അതിന്റെ മിഷനറികൾ അടക്കം, അവര് പല രീതിയിലുള്ള പ്രശ്നങ്ങളും സമുദായത്തിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ പ്രശ്നവൽക്കരിക്കുന്നുണ്ട്, അത് പ്രശ്നമാണ്. എന്നാൽ അവര് ചെയ്യുന്ന അതേ കാര്യം തന്നെ മറ്റൊരു രീതിയിൽ സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് വന്നാൽ അത് പ്രശ്നമായി പലപ്പോഴും പരിഗണിക്കുന്നുമില്ല. ഇതൊരു ഇരട്ടത്താപ്പ്. അങ്ങനെ ഉണ്ടായിക്കൂടാ. ഞാനത് ഇനി ഒരു ഉദാഹരണം കൂടി പറഞ്ഞു ഞങ്ങൾക്ക് വേഗം മനസ്സിലാവും. ഇപ്പൊ കേന്ദ്ര സർക്കാർ ഒരു ഈ പള്ളി മഹല്ല് സമ്മേളനത്തിൽ പറയേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പള്ളിയൊക്കെ വഖഫാണ്, പള്ളിയൊക്കെ അള്ളാഹുവിന് വഖഫ് ചെയ്തതാണ്. എന്ത്? പള്ളിയുടെ സ്ഥലം, മദ്രസയുടെ സ്ഥലം, എല്ലാം. അങ്ങനെയുള്ള വഖഫ് ഭൂമികൾ, അതിന്റെ കൈകാര്യ കർത്തൃത്വത്തിന് ഇന്ത്യയിൽ ഒരു നിയമമുണ്ട്. ആ നിയമം അടിമുടി പൊളിച്ചെഴുതുന്നതിന് വേണ്ടിയുള്ള ഒരു ബില്ല്, ഒരു കരട് ബില്ലാണ് ഇന്ന് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ ബില്ല് 40ഓളം ഭേദഗതികളാണ്. നിലവിലുള്ള ബില്ലിൽ നിന്ന് 40ഓളം ഭേദഗതികളാണ്. അതിൽ ഏറ്റവും വലിയ പ്രശ്നം, പിന്നെ എടുത്തു പറയുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോ വഖഫിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, അതിലെന്തെങ്കിലും തർക്കങ്ങൾ വന്നാൽ കൈകാര്യം ചെയ്യുന്നത് വഖഫ് ട്രിബ്യൂണലുകളാണ്, വഖഫ് ബോർഡാണ്. ഓരോ സംസ്ഥാനത്തുമുണ്ട്. അതിന്റെ മുമ്പിലാണ് അതിന്റെ പ്രശ്നങ്ങൾ വരിക. എന്നാൽ ഇനി ഈ ബില്ല് അമെൻമെന്റ് വരുന്നതോടുകൂടി സംഭവിക്കാൻ പോകുന്നത്, അവരിൽ നിന്ന് ആ അവകാശം എടുത്തു മാറ്റി അത് സർക്കാർ ഏജൻസികളിലേക്ക്, അഥവാ ജില്ലാ കലക്ടറിലേക്ക് അതിന്റെ അധികാരം പോകുന്ന, അഥവാ വഖഫ് എന്ന് പറയുന്ന, വഖഫ് ബോർഡ് എന്ന് പറയുന്ന, വഖഫ് ട്രിബ്യൂണൽ എന്ന് പറയുന്ന സംവിധാനം തന്നെ ഇല്ലാതെയാകുന്ന വളരെ വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. അതിന് വളരെ വലിയ കളവുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കളവ് ഏകപക്ഷീയമായി കേട്ടാൽ നമ്മൾ പോലും പറയുന്നത് ശരിയാണ്, അങ്ങനെ, എന്നാ ഈ ബില്ല് ഇങ്ങനെ തന്നെ വേണ്ടതെന്ന് പറയും. കാരണം നമ്മുടെ തൊട്ടടുത്ത സ്റ്റേറ്റ് ആണ് തമിഴ്നാട്. ആ തമിഴ്നാട് സ്റ്റേറ്റില് ഒരു വില്ലേജ് ഉണ്ട്, അത്ര ഒരു ഗ്രാമം. ആ ഗ്രാമം മുഴുവൻ വഖഫ് ഭൂമിയാണ് എന്ന് അവിടെയുള്ള വഖഫ് ബോർഡ് വാദിക്കുന്നു. എന്നാൽ അവിടെ ഒരുപാട് അമുസ്ലിമീങ്ങൾ താമസിക്കുന്നുണ്ട്. അവിടെ വളരെ കുറച്ച് മുസ്ലിമീങ്ങളെ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് അവിടെ അത് വഖഫ് ഭൂമിയാണ് എന്ന് വഖഫ് ബോർഡ് വാദിക്കുന്നത് കൊണ്ട് ആ ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പറ്റുന്നില്ല, വിൽക്കാനും വാങ്ങാനും പറ്റുന്നില്ല. അത് വലിയ പ്രയാസമാണ്. അപ്പൊ അവർക്കത് പരാതി പറയാൻ പോകേണ്ടത് എവിടെയാണ്? വഖഫ് ബോർഡിന്റെ മുമ്പിലാണ്. അപ്പൊ ഈ അമുസ്ലിങ്ങളായ ആളുകൾക്ക് വഖഫ് ബോർഡിൽ പോയാൽ നീതി കിട്ടും. അപ്പൊ അവർക്ക് നീതി കിട്ടണമെങ്കിൽ അതിന് നിഷ്പക്ഷമായ ഒരു സംവിധാനം വേണം. അതാണെന്ത്? ജില്ലാ കലക്ടർ അല്ലെങ്കിൽ സർക്കാർ സംവിധാനം. അതിനു വേണ്ടിയാണ് ഇതില് പിന്നെ ഭേദഗതി വരുത്തുന്നത്. അപ്പൊ കേട്ടാ തോന്നുന്നു ശരിയാന്നല്ലേ ഇപ്പൊ തോന്നുന്നു. എന്താ യാഥാർത്ഥ്യം? അവിടെ ഒരു ഗ്രാമമുണ്ട് എന്നുള്ളത് ശരിയാണ്, അവിടെ വഖഫ് ഭൂമി ഉണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ അതൊരിക്കലും വഖഫ് ബോർഡ് പിടിച്ചെടുക്കുകയോ അപഹരിച്ചെടുക്കുകയോ കള്ളത്തരത്തിലൂടെ ഉണ്ടാക്കുകയോ ചെയ്തതല്ല. അത് അവിടെയുള്ള തമിഴ്നാട് സർക്കാർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അത് വഖഫ് ഭൂമിയാണ് എന്ന് രേഖകൾ പരിശോധിച്ച് തിരിച്ചറിഞ്ഞ് അത് വഖഫ് ബോർഡിന് ഏൽപ്പിച്ചതാണ്. ഗവൺമെന്റ് ഏൽപ്പിച്ചു കൊടുത്തതാണ്, സംസ്ഥാന ഗവൺമെന്റ് ഏൽപ്പിച്ചു കൊടുത്തതാണ്. അല്ലാതെ വഖഫ് ബോർഡ് പോയി കൈയേറുകയോ പിടിച്ചെടുക്കുകയോ ചെയ്ത സംഭവമല്ല. അപ്പൊ ഈ യാഥാർത്ഥ്യത്തെ മൂടി വെച്ചുകൊണ്ടാണ് ഈ ബില്ല് പാസാക്കി എടുക്കുവാൻ വേണ്ടി രാജ്യം മുഴുവൻ അഴിച്ചുവിട്ട ഒരു നുണയാണ്. എന്നിട്ട് ചെയ്യുന്നത് എന്താ? പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് പിന്നെ തീരുമാനമെടുക്കാൻ ജില്ലാ കളക്ടറാണ് വരേണ്ടത്. ഇപ്പൊ ഞാനും റഷീദ് മാഷും തമ്മിലൊരു തർക്കം ഉണ്ടായാൽ
ആ തർക്കത്തിൽ ഇടപെടേണ്ടത് ആരായിരിക്കണം? ഞങ്ങൾ രണ്ടുമായി ബന്ധമില്ലാത്ത ഒരാളാണ് ശരിക്കും ഇടപെടേണ്ടത്. അതിനുവേണ്ടി റഷീദ് മാഷ ജ്യേഷ്ഠൻ തന്നെയാണ് അതിൽ ഇടപെടുന്നതെങ്കിൽ ആർക്കാ നീതി കിട്ടുക? ഇതേപോലെയാണ് എന്ത്, ഒരു ഭാഗത്ത് സർക്കാരും ഒരു ഭാഗത്ത് വഖഫ് ബോർഡും. അതിനിടയിൽ ഒരു തർക്കം ഉണ്ടാവുമ്പോൾ ആ തർക്കത്തിൽ സർക്കാർ നിയോഗിച്ച ജില്ലാ കലക്ടർ വിധി പറയും. ജില്ലാ കലക്ടർക്ക് സർക്കാരിന്റെ നിയമം അനുസരിച്ച് എന്ത് ചെയ്യാൻ പാടുള്ളൂ? കാര്യങ്ങൾ നീങ്ങുള്ളൂ. സർക്കാരിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കലക്ടർമാർക്ക് കഴിയില്ല. കലക്ടർമാർ സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാർ മാത്രം. അപ്പോ അതിന് ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, സ്ഥലത്ത് തർക്കം ഉണ്ടായി എന്ന് പറഞ്ഞാൽ തന്നെ അത് റിപ്പോർട്ട് ചെയ്ത കലക്ടർ റിപ്പോർട്ട് ചെയ്ത ആ ദിവസം മുതൽ പിന്നെ അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല. വിധി വരുന്നും വേണ്ട, ആരെങ്കിലും ഒരു വെള്ളക്കടലാസ് എഴുതി കൊടുത്താൽ മതി. അത് വെള്ളക്കടലാസിൽ എഴുതി കലക്ടർ അടുത്ത് മേശപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ അത്രയും സ്ഥലം പിന്നെന്തായി? ഒന്നും ക്രയവിക്രയം ചെയ്യാൻ പറ്റാത്ത, അവിടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ പറ്റാത്ത പ്രശ്നഭൂമിയായി മാറിയത്. അതോടുകൂടി തന്നെ അത് ഏറ്റെടുത്തിന് തുല്യമായി. എത്ര ഗുരുതരമാണ് വിഷയം നിങ്ങൾ ആലോചിച്ചു. പിന്നെ പ്രശ്നം പരാതി ചെല്ലുക എന്നുള്ളത്. പരാതി ചെല്ലാൻ വേണ്ടി വേറൊരു ടീം അതിന് പരാതി ഉണ്ടാക്കാനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഗവേഷണം നടത്തി ഓരോ ഭൂമിന്റെ അടിയാധാരം തെരഞ്ഞുകൊണ്ട് സംവിധാനത്തെ അവര് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ഭാഗത്ത് അവരെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കൃത്രിമമായ പരാതികൾ കൊണ്ടുവരികയും, മറുഭാഗത്ത് ആ പരാതികൾ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് മരവിപ്പിച്ചു നിർത്തുവാനുള്ള ഗവൺമെന്റ് സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി കൊണ്ടാണ് ഈ ബില്ലിൽ അമെന്റ്മെന്റുകൾ കൊണ്ടുവരുന്നത്. ഇതൊരൊറ്റ ഒരു അമെന്റ്മെന്റ് ആണ്. ഇതുപോലെ 40 അഥവാ മുച്ചൂടുമില്ലാതെ. അതുകൊണ്ടാണ് അതിനെതിരെ ശക്തമായി ഇന്ത്യയിൽ മുഴുവൻ ന്യൂനപക്ഷങ്ങൾ, വിശിഷ്യ മുസ്ലിമീങ്ങൾ രംഗത്ത് വരികയും അവിടെ കേരളത്തിലടക്കം അതിന് മുസ്ലിം സംഘടനകളുടെ ഒരുമിച്ചുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിന് മെമ്മോറാണ്ടങ്ങൾ സമർപ്പിച്ചിരുന്നു. ആ നിലക്ക് പേഴ്സണൽ ലോ ബോർഡിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കൂട്ടു സർക്കാരാണ്. ആ കൂട്ടു സർക്കാർ ആയതുകൊണ്ട് തന്നെ അവരുടെ ഘടക കക്ഷികൾക്ക് കൂടി സമ്മതമുണ്ടെങ്കിൽ മാത്രമേ അത് പാസ്സാവുകയുള്ളൂ. അതുകൊണ്ട് ആ ഘടക കക്ഷി മെമ്പർമാർ, പിന്നെ പാർട്ടികളെ നേരിൽ പോയി കാണാനും ഒക്കെ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ നമ്മൾ തീരുമാനിച്ചത്. അതിന്റെ ചില നീക്കങ്ങളൊക്കെ ഇപ്പൊ നടന്നു കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, JPC കമ്മിറ്റിയിൽ വിള്ളൽ ഇപ്പോൾ വന്നു. ഇവരുടെ ഘടക കക്ഷി തന്നെ അതിൽ വഖഫ് തിരുത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതിപ്പോ ഒരു കമ്മിറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനത് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ വഖഫുമായി ബന്ധപ്പെട്ട് പുറത്തുനിന്നൊരു അറ്റാക്ക് നമുക്ക് വരുമ്പോൾ അതിനെതിരെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു, അത് പ്രശ്നവൽക്കരിക്കുന്നു. ഞാൻ ചോദിക്കുന്ന വിഷയത്തിന്റെ മർമ്മം, ഇതേ സംഗതി തന്നെ മറ്റൊരു രീതിയിൽ നമ്മൾ മുസ്ലിമീങ്ങൾ, അതിന്റെ കമ്മിറ്റിയും അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളും തന്നെ ഈ വഖഫ് ഭൂമിയും അതിന്റെ കൈകാര്യകർത്തൃത്വവും അതിന്റെ പരിപാലനങ്ങളത്തെ കാര്യങ്ങളിലും നമ്മൾ അമാന്തം കാണിച്ചാൽ അതും പ്രശ്നവൽക്കരിക്കേണ്ടതുണ്ട്. വിഷയം മനസ്സിലായി? പുറത്തുനിന്ന് ഇതിനെ അറ്റാക്ക് ചെയ്യാനും ഇതില്ലാതെയാക്കാനും ഒരു ശ്രമം നടക്കുന്നുണ്ട് എങ്കിൽ അത് പ്രശ്നമായി അത് പരിഹരിക്കണമെന്ന് മുറവിളി കൂട്ടുന്ന സമുദായം തന്നെ, സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വഖഫ് ഭൂമി അന്യാധീനപ്പെടുത്തുവാനോ അത് കൈകാര്യം ചെയ്യുന്നിടത്ത് സൂക്ഷ്മത പാലിക്കാതെ പോവുകയോ അതിന്റെ കണക്കും അതിന്റെ മറ്റുള്ള കാര്യങ്ങളിലും ഒരു കൃത്യമായ കാഴ്ചപ്പാടില്ലാതെ പോവുകയോ ആ പള്ളിയും അതിന്റെ മറ്റു സംവിധാനങ്ങളോടും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ നിന്ന് പിന്നാക്കം നിൽക്കുകയോ ചെയ്താൽ അത് അതിലേറെ കുറ്റകരമല്ല. ഈ മഹൽ സമ്മേളനം ചിന്തിക്കേണ്ട ഒരു വലിയ വിഷയമാണ്. പുറത്തു നിന്നുള്ള അറ്റാക്കുകൾ മാത്രമല്ല, നമ്മൾ നമ്മുടെ പള്ളിയോട് നാം എത്രത്തോളം ഉത്തരവാദിത്തം കാണിക്കുന്നുണ്ട്. പല പള്ളികളും പിടിച്ചെടുക്കുവാൻ അവർക്ക് ആയുധം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ആ പള്ളിയിൽ പിന്നീട് നമ്മൾ കേൾക്കുകയാണ് അവിടെ നിസ്കാരം തന്നെ ഉണ്ടായിരുന്നില്ല, അവിടെ വെറും ഖബറാണ് ഉണ്ടായിരുന്നത് എന്നാണ് പിന്നീട് അറിയാൻ കഴിയുന്നത്. അപ്പൊ സമുദായം തന്നെ പള്ളിയിൽ നിന്ന് അകന്നു പോവുകയും നമസ്കരിക്കേണ്ട സ്ഥലത്ത് ഖബറുകൾ വരികയും ആ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യേണ്ടതിന് പകരം പടപ്പുകളുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന കേന്ദ്രങ്ങളാക്കി പള്ളികളെ അധമതിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് സമുദായത്തിൽ പ്രശ്നവൽക്കരിക്കുവാനും ചോദ്യം ചെയ്യുവാനും നാം തയ്യാറാകുന്നില്ല എങ്കിൽ ഇതിന് ഇരട്ടത്താപ്പ് എന്നാണ് പറയുന്നത്.
പള്ളിയുടെ ധർമ്മം നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം അതിന്റെ ഒന്നാമതും രണ്ടാമതും മുസ്ലിമീങ്ങൾക്ക് തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഓരോരുത്തരും ഈ മഹൽ സമ്മേളനത്തിൽ പങ്കെടുത്ത് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ചിന്തിക്കുക, ഞാൻ ഇന്ന് നമ്മളെ പള്ളിയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ടോ? അത് പുറത്തുനിന്ന് ഒരു ആക്ഷേപം ആരോപണമൊക്കെ വരുമ്പോൾ അത് പാടില്ല എന്ന് പറയാനും അതിന് ഇംഗ്ലാബ് കുടിക്കാനൊക്കെ നമ്മൾ റെഡി. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം എത്രത്തോളം പള്ളികളോട് നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. ഇതുപോലെ തന്നെ വേറൊരു ഉദാഹരണം ഞാൻ പറയാം. ഏക സിവിൽ കോഡ് ഒരു ഡെമോക്രസിന്റെ വാള് പോലെ സമുദായത്തിന് മുകളിൽ നിന്ന് ഇങ്ങനെ തൂങ്ങിയാടിക്കൊണ്ടിരിക്കുകയാണ്. നടപ്പാക്കും എന്നൊരു ഭാഗത്ത് പറയുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് പ്രായോഗികമായി അത് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏക സിവിൽ കോഡ് ബന്ധപ്പെടുന്ന മേഖലകൾ 2-3 പ്രധാനമായിട്ടും. ഇവിടെ കോമൺ സിവിൽ കോഡാണ് മിക്കവാറും എല്ലാ കാര്യത്തിലും ഉള്ളത്. എന്നാൽ വിശ്വാസികളെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യക്തിപരമായ ആരാധനകളുമായി മതപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിവാഹം, വിവാഹമോചനം, സ്വത്താവകാശം, ഇങ്ങനെ 2-3 കാര്യത്തിൽ മാത്രം ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെയുള്ള കോമൺ സിവിൽ കോഡ് അല്ല ബാധകമാവുക, അവരുടെ മതപരമായ ശരീഅത്താണ് എന്ത് ചെയ്യുക അതിന് ബാധകമാവുക. ഒരു 2 മുസ്ലിം കുടുംബങ്ങൾ തമ്മിൽ ഒരു സ്വത്ത് തർക്കം ഉണ്ടായാൽ അതിൽ വിധി കൽപ്പിക്കേണ്ടത് ഇവിടെയുള്ള കോമൺ നിയമം വെച്ചുകൊണ്ടല്ല, മറിച്ച് അത് വിശുദ്ധ ഖുർആനിൽ എന്താണ് പറയുന്നത്, ഹദീസിൽ എന്താ പറയുന്നത്, ശരീഅത്തിൽ എന്താ പറയുന്നത് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക അതിന് വിധി പറയാം. കക്ഷി മുസ്ലിം ആണെങ്കിൽ ഇതാണ് വ്യക്തി നിയമം എന്ന് പറയുന്നത്, പേഴ്സണൽ ലോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിവാഹം, വിവാഹമോചനം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിലൊരു തർക്കോ പ്രയാസങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കേണ്ടത്, അതിൽ തീരുമാനം പറയേണ്ടത് ഇവിടെയുള്ള കോമൺ നിയമം അനുസരിച്ചുകൊണ്ടല്ല, മറിച്ച് അത് ഇസ്ലാമിക നിയമം അനുസരിച്ചുകൊണ്ടായിരിക്കും. ഈ ഒരു ക്ലോസ് ആണ് നമ്മൾ പേഴ്സണൽ ലോ എന്ന പേരിൽ പറയുന്നത്. ഈ പേഴ്സണൽ ലോ എടുത്തു കളഞ്ഞ് ഇനി വിവാഹത്തിന്റെ രംഗത്തും മരണവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സ്വത്താവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒക്കെ തർക്കം മുസ്ലിം സമുദായത്തിലുണ്ടായാലും എല്ലാവർക്കും ഒറ്റ നിയമമായിരിക്കും എന്നതാണ് ഏക സിവിൽ കൊണ്ട് അർത്ഥമാക്കുന്നത്. അത് കൊണ്ടുവരുമെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെതിരിലാണ് സമുദായം ഒന്നിച്ചു നിന്ന് രാഷ്ട്രീയമായും മറ്റു രീതിയിലും ഒക്കെ അതിനെതിരെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, നമ്മളത് ചെയ്യേണ്ടതാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഈ പറഞ്ഞ 2-3 വിഷയങ്ങളിൽ ഓരോന്നെടുത്താൽ ഞാൻ വിശദമായി പോകുന്നില്ല. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യം എടുക്കുക. ആ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഏക സിവിൽ കോഡിന്റെ അപ്പുറത്തേക്ക് ചാടിക്കൊണ്ട് എല്ലാവർക്കും ഒരേ രീതി എന്ന രീതിയിലേക്ക് സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ കാര്യങ്ങൾ പോകുന്നില്ലേ? മുസ്ലിമീങ്ങളുടെ വിവാഹവും മറ്റുള്ള വിവാഹങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളുടെ അരുതുകളും അതിരുകളും മായ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരാണ് മായ്ക്കുന്നത്? പുറത്തു നിന്നുള്ളവരല്ല, മറ്റുള്ളവരല്ല, ഭരണകൂടമല്ല, നമ്മുടെ വീട്ടിലുള്ള മക്കളാണ് ആ വര മാച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഭാര്യമാരാണ് ആ വര മാച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ചെറുപ്പക്കാരാണ് ആ വര മാച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് നമ്മൾ ആരെ കുറ്റം പറയും? ഇസ്ലാമിലെ വിവാഹം എന്ന് പറഞ്ഞാൽ ഇത്ര ലളിതമായ ഒരു ചടങ്ങ് വേറെ ഇല്ല. വളരെ ലളിതമാണ്, നമുക്കറിയാം. വരനും വധുവും അതുപോലെ തന്നെ ഒരു മഹറും 2 സാക്ഷികളും ഉണ്ടായാൽ വളരെ ചെറിയൊരു ചടങ്ങോടുകൂടി നിർവഹിക്കാവുന്ന കാര്യമാണ്. പക്ഷേ ആ വിവാഹത്തിന് ഇന്ന് എത്ര ചടങ്ങുകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് എവിടുന്നാ കോപ്പി അടിക്കുന്നത്? ഇവിടെ മറ്റു ആളുകൾ എന്താണോ ചെയ്യുന്നത് അതേപോലെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്ന് നിക്കാഹൊക്കെ ശരിക്കും പുല്ല് വിലയില്ലാത്തൊരവസ്ഥയ്ക്കാക്കി മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾ ആലോചിച്ചു. അതായത് നിക്കാഹ് 2 ആണും പെണ്ണും തമ്മിൽ കണ്ട് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിക്കാഹ് കുറച്ച് നീട്ടിയാണ് നിശ്ചയിക്കും. ഒരു 4 മാസം 8 മാസം ഒക്കെ അങ്ങോട്ടാണ് നിശ്ചയിക്കും. പക്ഷെ നിശ്ചയിക്കുന്നതിനോടൊപ്പം തന്നെ എന്തായിട്ടുണ്ടാവും? 2 ആളും മൊബൈൽ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടുണ്ട്, മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരതിന് ദിവസവും വിളിക്കലും പിന്നെ സംഗതിയും കാര്യങ്ങളും ഒരു പ്രശ്നമില്ല. പിന്നെ വിവാഹത്തിന്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് അതിന് ഡ്രസ്സ് എടുക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോവുകയാണെങ്കിൽ അതും തന്നെ വേറെ. അപ്പോഴേക്ക് ഫോട്ടോഗ്രാഫറെ കൊണ്ടുവന്ന് 2 ആളും കൂടുതലും ഒന്നിച്ചെടുക്കലും. ഇപ്പൊ സേവ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ സ്റ്റാറ്റസ് വരാറുണ്ട്. വിവാഹം കഴിഞ്ഞിട്ടില്ല, നിക്കാഹ് കഴിഞ്ഞിട്ടില്ല, അതിനു മുമ്പ് സേവ് ഡേറ്റ്. അതിന് കൊടുക്കുന്ന വീഡിയോയിൽ എന്താ? ഈ കല്യാണം കഴിയാത്ത ആണും പെണ്ണും തമ്മിൽ ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോ. ഒന്നിച്ചു നിൽക്കുകയല്ല, പരസ്പരം തോളിൽ കൈയിട്ട് നിൽക്കുന്ന ഫോട്ടോ, ചിലരെങ്കിലും മടിയിൽ കിടക്കുന്ന ഫോട്ടോ.
ഇതെവിടുന്ന് വന്ന സംസ്കാരം? ഈ സംസ്കാരം എവിടുന്ന് വന്നതാണ്? ആര് കമ്പൽ ചെയ്തതാണ്? ആര് നിർബന്ധിച്ചതാണ്? ഇതിനാരെയാണ് നമ്മൾ കുറ്റം പറയാം? ഇതിന് ഏത് ഓഫീസിന്റെ മുമ്പിലാണ് നമ്മൾ കൊടി പിടിക്കുക? എവിടെയാണ് നമ്മൾ ധർണ നടത്തുക? എവിടെയാണ് നമ്മൾ പിക്കറ്റിംഗ് നടത്തുക? ഇത് നമ്മുടെ സ്വന്തം വീട്ടിലല്ലേ നടത്തേണ്ടത്? നമ്മുടെ സമുദായത്തിനുള്ളിലല്ലേ നടക്കേണ്ടത്? മഹല്ല് സമ്മേളനം എന്ന് പറയുന്നത് ഇങ്ങനെ കുറച്ച് പറഞ്ഞാൽ മുറിവുണ്ടാകുന്ന ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി തന്നെയാണ്. അടിയന്തിരമായി യു ടേൺ എടുക്കേണ്ട ഒരു വിഷയമാണ് വിവാഹ രംഗത്ത് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആർഭാടം. ഓരോ ദിവസവും ഞാനിപ്പോ ഈ അടുത്തൊരു കല്യാണത്തിന് വേണ്ടി പോകാന് അന്നത്തെ ദിവസം ഞായറാഴ്ച പറ്റില്ല. അപ്പൊ ഞാൻ ശനിയാഴ്ച രാത്രി ഒന്ന് പോയിട്ട് വരാം, ഞായറാഴ്ച പ്രോഗ്രാം ഉള്ളതുകൊണ്ട്. ഞാൻ വീട്ടിൽ പറഞ്ഞു ഇങ്ങനെ ഒരു കല്യാണം ഉണ്ട്, ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് പോയിട്ട് വരാമെന്നും പറഞ്ഞു വണ്ടി എടുത്ത് ഇറങ്ങിയപ്പോ എനിക്ക് തോന്നിയത് ഇവരിപ്പോ ഈ ഓഡിറ്റോറിയം വീട്ടിലുണ്ടല്ലോ കല്യാണം. അപ്പൊ ഈ സമയത്ത് ഓഡിറ്റോറിയത്തിലാണോ ഉണ്ടാകുക അതോ വീട്ടിലാണോ ഉണ്ടാകുക എന്നൊരു സംശയം. അപ്പൊ ഞാൻ അവിടെയുള്ള നമ്മളൊരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ കല്യാണത്തിൽ വരുന്നുണ്ട്, ഇവര് വീട്ടിലാണോ ഓഡിറ്റോറിയത്തിലാണോ ഈ സമയത്ത് ഉണ്ടാകുക അറിയുമെന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾ എവിടെ എത്തിയെന്ന് ചോദിച്ചു. അവന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ, കുറച്ച് പോന്നിട്ടേ ഉള്ളൂ. അപ്പോ അവൻ പറഞ്ഞതെന്ന് ചോദിച്ചാല്, നിങ്ങളിപ്പോ ആ സമയത്താണ് കയറി ചെല്ലേണ്ടാറ്, ഓഡിറ്റോറിയത്തിലാണ് ഇപ്പൊ രാത്രി ഉള്ളത്. പക്ഷെ ഇപ്പൊ അവിടെ വിവാഹം ഒന്നല്ല, ഞാൻ തന്നെ അവിടെ പോയി കണ്ട് പ്രയാസപ്പെട്ടു വരികയാണ്. അപ്പൊ എന്താ വിവാഹത്തിന് എന്ന് പറഞ്ഞ് പേരും പറഞ്ഞിട്ട് ഭയങ്കരമായ മ്യൂസിക് ഇട്ട് കുടുംബങ്ങളൊക്കെ അവിടെ കയറി വന്ന് എല്ലാവരും ചിക്കുന്ന രംഗങ്ങളാണ് കാണുന്നത്. ഇതിനാരെ നമ്മൾ കുറ്റം പറയാം? ഇത് ഒരു തരത്തിലുള്ള ഏക സിവിൽ കോഡാണ്. എല്ലാവർക്കും ഒരേ രൂപത്തിലാകല്ലേ? മുസ്ലിമീങ്ങൾക്ക് ഇത് പാടുണ്ടോ? ആരെ നമ്മൾ കുറ്റം പറയും? ഒരു വിവാഹത്തിൽ ഇപ്പൊ ചെല്ലാൻ പറ്റില്ല. ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴാണ് ഇരുട്ടാകുക എന്ന് പറയുന്നത്? എപ്പോഴാ ഇരുട്ട? കരണ്ട് പോകുന്നല്ല, പെട്ടെന്ന് അതൊരു പുകകൾ വരുമായിട്ട് ശ്വാസം കിട്ടാത്തൊരവസ്ഥ. പിന്നെ ആ പുകന്റെ ഉള്ളിൽ കൂടി ഒരു വരഞ്ഞു വധുവിനെ ആനയിച്ചു കൊണ്ടുവരുന്ന ഒരു കട്ടിലിങ്ങനെ വരും. 4 ആള് പിടിച്ചിരിക്കും. അപ്പൊ ഇങ്ങനെ മ്യൂസിക്, പാട്ട്, കരിന്തിരി, എന്താ ചെയ്യുന്നത്? അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് വേറെ എവിടെയെങ്കിലും അല്ല. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലുണ്ടാകും. ഞാൻ പറയുന്നത്, കാരപ്പുറത്ത് പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, കാരപ്പുറത്ത് ഒരു മഹൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ആ മഹലിന്റെ സംസ്കാരം ഇസ്ലാമിക സംസ്കാരമാണ്. ആ ഉറപ്പ് നിങ്ങൾ ഉറപ്പുവരുത്തണം. അപ്പോഴാണ് നമ്മുടെ പള്ളിയുടെ വ്യതിരക്തത ഉണ്ടാകുന്നത്. അപ്പോഴാണ് നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടാകുന്നത്. അപ്പോഴാണ് ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ പാടില്ലെന്ന ആർജവത്വത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയുന്നത്. അതല്ലാതെ മറ്റുള്ളവരെന്തൊക്കെ ആർഭാടങ്ങൾ കാണിക്കുന്നുവോ അതെല്ലാം നമ്മളും കാണിക്കുകയും എന്നിട്ട് മറ്റു രീതിയിൽ നമ്മൾ സംസാരിക്കുകയും ചെയ്യുന്നതിൽ യാതൊരു കഥയുമില്ല. കല്യാണത്തിന് കണ്ട് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ തമ്മിലെന്താ? മുട്ടായി കൊടുക്കുക. 1 അല്ല 2 അല്ല, എത്ര ഒരു മുട്ടായിയുടെ കട തന്നെ ഒന്നിച്ചു പോകുന്ന പോലെ എത്രമാനം സ്ത്രീകളാണ് വരിക. അതുകൊണ്ട് എല്ലാവരുടെ കയ്യിൽ ഏറ്റിയാ പൊന്താത്ത മുട്ടായി ഇത് കൊണ്ടേ കൊടുക്കുക. ഈ പകിട്ടും പ്രൗഢിയും കാണിച്ചിട്ട് എങ്ങനെ പിന്നെ നമ്മൾ മുന്നോട്ട് പോകാൻ കഴിയും? ഇതിയുടെ ഏറ്റവും വലിയ തമാശ എന്താ? ഇതിന് കാശുണ്ടാക്കുന്നത് എവിടുന്ന? ആ ചില ആളുകളെ കയ്യിലുള്ള കാശല്ലതൊന്നും, ഇതിന് കടം വാങ്ങും, ഇതിന് ആധാരം പണയം വെക്കുകയാണ്, അല്ലെങ്കിൽ വട്ടിക്ക് പണം വാങ്ങാണ്. കാരണം എന്താ? എന്റെ സ്റ്റാറ്റസിന് പറ്റി ശരിയാവില്ല എന്നുള്ളത്. ഇടില്ലാത്ത കാശുണ്ടാക്കി കടത്തിന് മേൽ കടം വരുത്തി ഇത്തരം കാര്യങ്ങൾ ചെയ്യാം. സുബഹി നിസ്കാരത്തിന് കയ്യും നീട്ടിയിട്ട് റബ്ബേ റബ്ബേ റബ്ബേ, എന്താ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു? മൽബസുഹു ഹറാം, അവന്റെ ആ പ്രാർത്ഥന ഒരിക്കലും സ്വീകരിക്കപ്പെടില്ല. ഈ വട്ടി സംഗതികളുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരാളെ നമ്മളെ മഹലിന്റെ വിവാഹം ഒരു
അങ്ങനെ ആർക്കാപ്പത് പറയാൻ യോഗ്യത ഉള്ളത്? അവൻ്റെ കൂടെ ഉണ്ടായില്ല, ഞാൻ അവൻ്റെ കൂടെ ഉണ്ടായിട്ട് അവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ അവന്റെ ഭാര്യ വീട്ടിലുണ്ടായില്ല. അങ്ങനെ എല്ലാവരെയും ഒന്നും നിയന്ത്രിക്കാൻ എല്ലാവർക്കും ഒന്നും സാധിക്കില്ല. പക്ഷെ നമ്മൾ അത് ആവർത്തിക്കുക എന്നത് എന്തല്ല, ശരിയായ നിലപാടല്ല. മറിച്ച് ഇത് ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ അവർക്ക് ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം എന്ന് പറയുന്നത്, പുറത്തുള്ള ശത്രുക്കൾ എന്ന് പറയുന്ന സമുദായത്തിന് ഉള്ളിലുള്ള നമ്മൾ തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ശ്രദ്ധിക്കാതെ പോകുന്നത്, അത് പ്രശ്നവൽക്കരിക്കാതെ പോകുക എന്നുള്ളത് ശരിയല്ല. അതിനെയും നമ്മൾ പ്രശ്നവൽക്കരിക്കണം. അതാണ് ഈ മഹല്ല് സമ്മേളനങ്ങളിലൂടെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും വരണമെങ്കിൽ അതിന് രണ്ട് വിഭാഗം ആളുകളും ഒരുമിച്ച് പ്രവർത്തിക്കണം. ഒന്നാരാ? മഹല്ല് ഭാരവാഹികൾ. മഹല്ല് ഭാരവാഹികൾ എന്ന് പറഞ്ഞാൽ മഹല്ല് നടത്തിക്കുന്ന ആളുകൾ. മറ്റൊന്ന് പലപ്പോഴും സംഭവിക്കൽ എന്താ വെച്ചാൽ, അത് മഹല്ലിന്റെ കാര്യത്തിൽ മാത്രമൊന്നല്ല, എവിടെ നോക്കിയാലും പരസ്പരം ആരോപണം ഉന്നയിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കാതെ പോവുകയാണ് ചെയ്യുന്നത്. വരുന്ന ആളുകളൊക്കെ എന്ത് പറയും? ആ ഈ കമ്മിറ്റി ശരിയല്ല, അവര് ശരിയല്ല, അയാൾ ശരിയല്ല, പ്രസിഡന്റ് ശരിയല്ല, സെക്രട്ടറി ശരിയല്ല, മറ്റയാൾ ശരിയല്ല. ഇനി നമ്മൾ എന്ത് ചെയ്തിട്ടെന്താ? ഈ വരുന്ന മനുഷ്യന്മാര് ശരിയാണ്. ആരാ നമസ്കരിക്കാൻ വരുന്നത്? എന്താ പറഞ്ഞിട്ട് കേൾക്കണത്? അപ്പൊ അത് അങ്ങോട്ട് പറയാന്നല്ലാതെ ഈ സാധനം ഈ കുളച്ചണ്ടി നീക്കിയമാര് സാധനം അവിടെ തന്നെ അതൊന്നും പോവില്ല. അപ്പൊ നമ്മുടെ മഹല്ലിൽ ഒരിക്കലും തന്നെ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമ്മളെ പറപ്പൂര് മൗലവി നാളെ ഞങ്ങളവിടെ ഒരു മഹല്ല് സമ്മേളനത്തിൽ വന്നപ്പോ സംസാരിച്ചപ്പോ പറഞ്ഞു, ഒരു സ്ഥലത്ത് പിന്നെ ലഹരി വല്ലാതെ വ്യാപകമായി. ലഹരി വ്യാപകമായപ്പോൾ അത് ഇല്ലാതെയാക്കാൻ വേണ്ടി അവിടുത്തെ ഒരു 10-12 മഹല്ലുണ്ട്, എല്ലാതരം മഹല്ലും. അവരുടെ ഭാരവാഹികളൊക്കെ കൂടി ഒരു യോഗം കൂടി. ആ യോഗം കൂടിയിട്ട് അതിൽ തീരുമാനിച്ചത്ര എന്ത്, നമ്മളെ ഈ 10-12 മഹല്ലിന്റെ പരിസരത്ത് നിന്ന് ലഹരി ഉപയോഗത്തിന്റെ പേരിൽ ആരെങ്കിലും പോലീസ് പിടിച്ചു കൊണ്ടുപോയാൽ ഇവിടെയുള്ള ഒരു രാഷ്ട്രീയക്കാരും എന്ത് ചെയ്യൂല, അവരെ വിട്ടുകൊണ്ടുവരാൻ പോകില്ല, അവർക്കൊരു സപ്പോർട്ടും ചെയ്യില്ല, അവരെ പൂർണ്ണമായിട്ട് നമ്മൾ ബഹിഷ്കരിക്കും. ഇത് കോമൺ ആയിട്ട് തീരുമാനിച്ച് യോഗത്തിലൊക്കെ മിനിറ്റ്സിലൊക്കെ ഒപ്പിട്ട് പിരിഞ്ഞു പറഞ്ഞു. പിരിഞ്ഞ് പിറ്റേ ദിവസം നേരം വിളമ്പിലും ഒരു വലിയ ലിസ്റ്റാണ് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊണ്ടുവന്ന് ഒട്ടിച്ചിരിക്കുക. അപ്പൊ എന്താ വെച്ചാൽ അവിടെ കുറെ ആൾക്കാരെ പേരണ്ട് എഴുതി ഒപ്പിട്ടു. ആ പേരിന്റെ ഒക്കെ ബ്രാക്കറ്റില് ഇവൻ ഇന്ന പള്ളിയുടെ സെക്രട്ടറിയുടെ മകൻ, ഇന്ന പള്ളി ജ്യേഷ്ഠൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഒട്ടിച്ചിട്ടുള്ളത്. അപ്പൊ പിന്നെന്താ ചെയ്യാ? പിന്നെ ആ യോഗം കൂടിയിട്ടില്ല, അതിന് നടപടി ഉണ്ടായിട്ടില്ല. ഇതാണ് സംഭവം. അപ്പൊ അവിടെ നമ്മള് എവിടെയാണ് തിരുത്തു വേണ്ടത്? ഒരു കാര്യം നമുക്കൊരു സ്റ്റാൻഡ് എടുക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ആ പ്രശ്നത്തിൽ നിന്ന് ആദ്യം മുക്തമാകുമ്പോഴേ നമുക്കതിൽ ഉറച്ച സ്റ്റാൻഡ് എടുക്കാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ അവർക്ക് മിക നിയമങ്ങൾ നടപ്പാക്കാൻ പറ്റുന്ന, പറയാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കാൻ കഴിയണമെന്ന്. എന്താണ് അവർ നിശ്ചയമായും അള്ളാഹുവിന്റെ പള്ളികൾ പരിപാലിക്കുന്നവരാരല്ല, അവർ അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വാസമുള്ളവരായിരിക്കും, പരലോകത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കും, എന്ന് പള്ളി മിനാരത്തിൽ നിന്ന് സുബഹിക്ക് ബാങ്ക് കേട്ടാൽ ഇതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഈ സൊഫിൽ ഉണ്ടായിരിക്കണം. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ശറയ്യായ ഉദിറുകളില്ലെങ്കിൽ. അതുപോലെ തന്നെ അവർ സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കണം. പിന്നെ പറഞ്ഞത് എന്താ? അല്ലാതെ വേറെ ഒരാളെ അവരെ ഭയപ്പെടുകയില്ല. അത് ആ ഒരു ക്വാളിറ്റി ആർക്ക് വേണം? ഈ പള്ളി കൈകാര്യം ചെയ്യുന്ന ഭാരവാഹികൾക്ക് വേണമെന്ന്. ചില ആളുകളൊക്കെ ഇമ്പാച്ചി കാണിക്കും, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ജീവിക്കുള്ളൂ, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, ഇങ്ങനെയാക്കും അങ്ങനെയാക്കും. എന്താക്കിയിട്ടും കാര്യമില്ല. ദീനി ശറഅ് പറയുന്ന, ശരീഅത്ത് പറയുന്ന നിയമം ലംഘിച്ചുകൊണ്ട് ഈ മഹല്ലിൽ നിന്നൊരു കാര്യം ചെയ്യാൻ കഴിയില്ല. അല്ലാഹുവിനല്ലാതെ ഞങ്ങൾ ഭയപ്പെടില്ല എന്ന് പറഞ്ഞ ആ ഒരു ധൈര്യം
ഒരു സ്ഥൈര്യം ആർക്കേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ജീവിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? മഹലിന്റെ ഭാരവാഹികൾ കൃത്യമായി പാലിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ മഹല്ല് നിവാസികൾ, നമ്മളെല്ലാവരും ഇപ്പൊ അങ്ങനെ എല്ലാവരും ഒരുപോലെ തന്നെ ഈ കാര്യങ്ങൾ. ഈ പള്ളിക്ക് ഒരു ആദർശം, പള്ളികളുടെ കുറവല്ല, യഥാർത്ഥ കൊണ്ടാണ് നമ്മൾ പള്ളികൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്. അതാണ് ഇതിന്റെ അടിത്തറ. അതിൽ കളങ്കം വരുന്ന ഒരു ലക്ഷക്കണക്കിന് രൂപ വരുമാനമുള്ള എത്ര പള്ളികളുണ്ട് കേരളത്തിൽ. പക്ഷെ ആ പള്ളികളുടെ ഉള്ളിൽ നിന്ന് ഉയരുന്ന സന്ദേശം എന്താ? അവസാനം CM മടവൂര് പടച്ചോനാണെന്ന് പറയുന്നിടത്ത് ന്യായീകരിക്കുന്ന ഇടങ്ങളായി മാറി. ചെറിയ വിഷയം നല്ലത്. ഇനിയിപ്പോ എന്താ കൊടുക്കുക? കല്ലിന്റെ അടുത്ത് പോയി, ഒരു വിഗ്രഹത്തിന്റെ അടുത്ത് പോയിട്ട് ഇതാണ് പടച്ചോൻ ഒരാൾ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ നിലക്ക് അവിടെ എന്തെങ്കിലും ആരാധനകൾ അർപ്പിച്ച അതും തെറ്റാണ് എന്ന് ഇവർക്ക് പറയാൻ കഴിയില്ല. കാരണം അങ്ങനത്തെ ഒരു ഇതിനൊക്കെ ബേസ് എന്താ? കൊടുത്ത കഴിവ്. പറഞ്ഞെന്തായി? ആദ്യം ഓടുന്ന വിമാനം പിടിച്ചു നിർത്താൻ CM മടവൂരിന് കഴിയുന്നതാണ്. അങ്ങനെ കഴിയോ? പടച്ചോൻ കഴിയില്ലേ? ഓ ശരി. ആളെ ICU കയറിങ്ങാണ്ട് ജീവൻ കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ കഴിയും? അങ്ങനെ അങ്ങോട്ട് പോന്നിട്ട് അവസാനം ഇപ്പൊ എന്തായി? CM മടവൂര് തന്നെയാണ് എന്ത് പടച്ചോ. അങ്ങനെ പറയാൻ പറ്റുമോ? എന്താ പടച്ചോ ഇപ്പൊ എന്ത് ചെയ്യാണ്? അഞ്ഞ് കുറച്ച് അലിജ് പടച്ചോനേക്ക് ഒന്ന് കൈ കൊടുത്താൽ എന്താ കുഴപ്പം? ആ ന്യായം വെച്ചുകൊണ്ടാണ് ആ പാട്ടിറങ്ങിയ ആൾക്കാരുണ്ടല്ലോ, ഒരു പാട്ടിറങ്ങിയല്ലോ, പാട്ടിറങ്ങിയ ആൾക്കാർ അതിന് പേരോടിനെ പോലുള്ള ആൾക്കാർ വിമർശിച്ച് അവർക്ക് മറുപടി ആയിട്ട് അവർ രണ്ടാമത് പാട്ടിറക്കിയിട്ടുണ്ട്. എന്താ അതിന് കുഴപ്പം? ഈ വാദത്തിന് കുഴപ്പം. അപ്പൊ ഇനി ഒരു ഇതിന്റെ ആണെങ്കിൽ അയാള് പറയണത് എന്താ? ഈ കല്ലിന് പടച്ചോൻ കൈ കൊടുത്തു കുൻഫയക്കൂനല്ലേ? ആ ന്യായം പറഞ്ഞ അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്ന അതിനൊക്കെ ആരാധിക്കുന്ന ഒരവസ്ഥക്ക് എന്റെ ഉമ്മത്തുന്ന ഒരു വിഭാഗം ഉണ്ടാവും എന്ന് പറഞ്ഞത്. ഇത് ഒരു ലക്ഷക്കണക്കിന് രൂപയുടെ വഖഫ് ഭൂമിയും വഖഫ് സ്വത്തും പള്ളിയും സൗകര്യങ്ങളും കൊണ്ടടക്കുന്ന ആൾക്കാരെ വിശ്വാസം എത്ര ഗൗരവമുണ്ട് വിഷയം. അപ്പൊ അതിൽ നിന്ന് മാറി എന്ന ബേസിൽ നിന്നുകൊണ്ട് ഈ ചെറിയ കുട്ടികളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ പ്രായമുള്ള മനുഷ്യന്മാരെ കാലൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളെ ഈ വൃദ്ധമായ കാര്യം ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയണം. മറ്റൊന്ന്, നമ്മുടെ പ്രമാണങ്ങൾ അതിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ അത് പിന്നെ ഈ മിമ്പറിൽ പറയാൻ പാടില്ല, അത് ഇവിടുത്തെ ഖുർആൻ ക്ലാസ് പറയാൻ പാടില്ല എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഗൗരവം നഷ്ടപ്പെട്ടു പോയാൽ അതൊക്കെ വരുന്നൊരവസ്ഥ ഉണ്ടാവും. നമ്മളെ കൺമുമ്പിൽ പലപ്പോഴും കണ്ടതാണ്. ഒരു പള്ളി എനിക്കറിയാം, ഒരു പ്രബോധകൻ പറഞ്ഞ രാവിലെ സുബൈക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ക്ലാസ് എടുക്കുമ്പോൾ ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹദീസും ആയത്തൊക്കെ പറഞ്ഞ് ക്ലാസ് എടുക്കും. അപ്പൊ അതിന്റെ ഉത്തരവാദപ്പെട്ട ആള് പറയണത് അതിന്റെ ഇടയിൽ തന്നെ എഴുന്നേറ്റിട്ട് അതൊന്നും വല്ലാതെ പറയണ്ടാവുന്ന ഉണ്ടാവില്ല. ഖബർ ശിക്ഷ എന്നൊക്കെ പറഞ്ഞാൽ ലോക്കപ്പ് മർദ്ദനാണാവും ശരിയാവില്ല. ഏയ് എന്താ ഇത് വർത്താനം? ഇത് ആരെങ്കിലും അല്ല പറയുന്നത്, ആരെ കയ്യിക്കാതൊക്കെ എത്തുന്നത്? അപ്പൊ പ്രമാണങ്ങളെ നിഷേധിക്കുന്ന സ്വഭാവം അതൊരിക്കലും തന്നെ നമ്മുടെ പള്ളികളിൽ അത്തരം സമീപനങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ ഓരോ വിഷയവും, ഒരു കുട്ടി ജനിച്ചു, നമ്മളെ മഹല്ലിൽ ഒരു കുട്ടി ജനിച്ചു, അത് ജനിച്ച് കഴിഞ്ഞാൽ അതില് ഇസ്ലാമികമായ എന്ത് കാര്യമുണ്ടോ അതേ അവിടെ ഉണ്ടാകാൻ പാടില്ല. ഈ മഹല്ലിൽ വേറെ ഒരു സംഗതി ആ വീടുകളിൽ അതിന്റെ സന്ദർഭവുമായി ഉണ്ടാവാൻ പാടില്ല.
ആർക്കെങ്കിലും ഒരു നിയമങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മള് വിസ്ഡം ബുക്സ് പുറത്തിറക്കിയ ഒരു ബുക്ക് ഉണ്ട്, കുഞ്ഞ് ജനിച്ചാൽ എന്ന് പറഞ്ഞിട്ട്. വളരെ ഒരു 10-30 പേജ് മാത്രമേ ഉള്ളൂ. അതൊന്നും എല്ലാവരും വീട്ടിലൊന്ന് വാങ്ങി വെക്കണം നല്ലതാണ്. എന്നിട്ട് ഓരോ വിഷയം എങ്ങനെയാണ് അത് പ്രസവിച്ചു കഴിഞ്ഞ സമയം മുതൽ അതിന്റെ പേരിടുന്ന, മുടി കളയുന്ന ആ പായങ്ങൾ എല്ലാ ഭാഗവും പണ്ടൊന്നും വിശദീകരിച്ച് പഠിപ്പിക്കേണ്ട സാധനമാണ് ഈ മഹൽ സമ്മേളനം എന്ന് പറയുന്നത്. പക്ഷെ അതിന് മാത്രം നമ്മുടെ മുമ്പിൽ സമയമില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് വായിക്കാം. അങ്ങനെ ശറഈയായി എന്താണോ ഉള്ളത് ആ ഉള്ളതുപോലെ ചെയ്യുന്ന സ്വഭാവം ആ രംഗത്തുണ്ടാകണം. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ വിവാഹം, ആ വിവാഹത്തിൽ ഇസ്ലാം നിഷിദ്ധമാക്കിയ ഒരു സംഗതി നമ്മളിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ മരണാനുബന്ധ കാര്യങ്ങൾ, ആ മരണാനുബന്ധ കാര്യങ്ങളിലും തന്നെ പിന്നെ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ സമയം നിശ്ചയിക്കുന്നത് മുതൽ ആ കാര്യം ശ്രദ്ധിക്കണം. ഈ അടുത്ത് ഒരു മരണത്തിൽ ഞാൻ പങ്കെടുത്തു. അപ്പൊ മരണത്തിന്റെ ജനാസ എപ്പോ എടുക്കണം എന്ന് തീരുമാനിക്കണത് ആരാ? ദീനിയായ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ധാരണയൊന്നുമില്ലാത്ത ചില കാരണന്മാരെന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് തീരുമാനിക്കുന്നത്. എന്താ സംഭവിക്കുന്നുണ്ട്? ഉദാഹരണം പറയാം, സ്ഥിരമായിട്ട് ജമാഅത്തിൽ പങ്കെടുക്കുന്ന മനുഷ്യന്മാരായിരിക്കും ഈ ജനാസക്കൊക്കെ പങ്കെടുക്കുന്നത്. പക്ഷെ ജനാസയിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് ഒരു സമയത്ത് പിന്നെ ജമാഅത്ത് കഷ്ടപ്പെടാൻ പാടില്ല. അതെങ്ങനെ? ഈ സമയം നിശ്ചയിച്ചു കൊടുത്ത് വരുന്ന തകരാറ് കൊണ്ട് എന്ത് ചെയ്യും? പള്ളിയില് പിന്നെ ഖബർസ്ഥാനില് മറമാടൽ നടക്കുന്നുണ്ടാവും, അവിടെ തസ്ബീഹ് നടക്കുന്നുണ്ടാവും. അപ്പോഴാവും പള്ളിയിൽ നിന്ന് എന്ത് ചെയ്യുക? അസർ നിസ്കാരത്തിന് പോകാൻ കൊടുക്കുക. അവർക്ക് 10 മിനിറ്റ് കഴിഞ്ഞാൽ അവിടെ ജമാഅത്ത് ഉണ്ടാവും. അപ്പൊ പള്ളിന്റെ ഉള്ളിൽ ജമാഅത്ത് നടക്കുക, പള്ളിന്റെ ഖബർസ്ഥാനില് തസ്ബീഹ് നടന്നുകൊണ്ട് അവിടെ ഖബറടക്കം നടക്കുക. ഇതെന്ത് എങ്ങനെ വരാൻ കാരണം? ആ സമയം നിശ്ചയിച്ചു കൊടുത്തു വന്ന തകരാറാണ്. ഞാനൊരു ഉദാഹരണം പറയാം. അപ്പൊ ഇതൊക്കെ നമുക്ക് ദീനിയായി ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം. അതുകൊണ്ട് ഹറമിലൊക്കെ പോയ ആളുകൾക്ക് അറിയാൻ പറ്റും, അവിടെ എപ്പോഴും നിസ്കാരം എപ്പോഴുണ്ടാവുക? ഏതെങ്കിലും ജമാഅത്തിന്റെ സമയത്താണ് എന്ത് ചെയ്യുക? മയ്യത്തോടെ കൊണ്ടുവന്നത്. ആ ജമാഅത്തിന് കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും? മയ്യത്ത് നിസ്കരിക്കും. അപ്പൊ ആർക്കും ജമാഅത്ത് നഷ്ടപ്പെടില്ല. അപ്പോ ജമാഅത്ത് നഷ്ടപ്പെടുന്ന വിധത്തിൽ അതിന്റെ സമയനിർണ്ണയം, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആവശ്യവുമായി ബന്ധപ്പെട്ട്, മയ്യത്ത് കുളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതിന്റെ ശേഷക്രിയകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് വിഷയം. അതുപോലെ ഇപ്പോ നമ്മളെ ചില പള്ളികളിലൊക്കെ തുടങ്ങിയൊരു പരിപാടിയാണ് എന്ത്, നമ്മളെ നല്ല മൊത്തത്തിൽ കാണുന്നു, നമ്മളെ ആളുകളെ കുറച്ചുകൂടി ജാഗ്രത പുലർത്താറുണ്ട്. എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാല് ഒരു അനൗൺസ്മെന്റ്, മയ്യത്തിന്റെ ബന്ധുക്കൾ എല്ലാവരും മുന്നോട്ട് വരേണ്ടതാണ്, അവർക്ക് ഇവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. പരിപാടിയാണ്. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഒരു മരണത്തിന്റെ സ്ഥലമായതുകൊണ്ട് ആരും എന്തെങ്കിലും അതിൽ ഇടപെടില്ല. എന്നിട്ട് ഇവര് ചാടിപ്പടഞ്ഞ് ഒരുപാട് മനുഷ്യന്മാരുണ്ടാവുമല്ലോ, ഇവരൊക്കെ കുത്തി അവരുടെ ഉള്ളുകുട്ടിയൊക്കെ എട്ടങ്ങാറായി, ചേളാപ്പ വന്നു, മൂത്താപ്പ ഈ ബന്ധുക്കൾ തന്നെയാവും. അതിലിപ്പോ ആരാപ സീനിയോറിറ്റി നമ്മളെ മനസ്സിലാക്കണം. പള്ളിയിൽ സ്വഫ് നിൽക്കുക, അതിന് മയ്യത്ത് നിസ്കാരത്തിനാകട്ടെ മറ്റു നിസ്കാരത്തിനോ ആദ്യം എത്തിയത് അയാളാണ് ഒന്നാമത്. റിസർവേഷൻ എവിടെയല്ല, മരിച്ച സമയത്തുമില്ല, അല്ലാത്ത സമയത്തില്ല. ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു മഹത്വമായി പറയുന്ന കാര്യം എന്താണ്? ഇസ്ലാമിൽ എന്തില്ല? വിവേചനമില്ല എന്ന്. രാജാവ്, സാക്ഷാൽ സൗദി അറേബ്യയുടെ രാജാവ് പള്ളിയിലെ ഹറമിൽ നിസ്കരിക്കാൻ വേണ്ടി വന്നാൽ അദ്ദേഹം സുജൂദ് ചെയ്യുന്ന, അദ്ദേഹത്തിന്റെ നെറ്റി വെക്കുന്ന സ്ഥലം, അവിടെയുള്ള ആ ഹറം ശുചീകരിക്കുന്ന ശുചീകരണ തൊഴിലാളിയുടെ കാൽപാദത്തിന് താഴെ, അയാളെ പിന്നിൽ. അത്രേ ഉള്ളൂ. ആരാ മുന്നിൽ വന്നു, ആ രീതിയിലാണ് എന്ത് കാര്യങ്ങൾ. അത് പിന്നെ ജനാസന്റെ സമയത്ത് ഒന്നാമത്തെ സഫിൽ ആ സമയത്ത് ആരാണോ എത്തിയത്? എന്നിട്ട് നിസ്കാരത്തിനേക്കാളും പിന്നെ ഒരു വലിയൊരു പ്രാർത്ഥന, അത്യാവശ്യ കാര്യങ്ങൾ, ഒരു അനൗൺസ്മെന്റ് ആവാം. അതേപോലെ തന്നെ എന്തെങ്കിലും കടങ്ങൾ ഉണ്ടെങ്കിൽ ആ കടം ഇന്നാൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറയാം. കാരണം റസൂലുള്ള വലിയ ഗൗരവത്തിൽ പറഞ്ഞൊരു വിഷയമാണ് എന്ത്, ഒരിക്കൽ നിസ്കരിക്കാൻ, ജനാസ നിസ്കരിക്കാൻ വേണ്ടി വന്നപ്പോ ഈ മയ്യത്തിന് കടണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ കടണ്ട് എന്ന് പറയും. അപ്പോ നിസ്കരിക്കാൻ വന്ന റസൂലുള്ള ഒന്ന് പിന്നാക്കം. എന്നിട്ട് ആരെങ്കിലും ഏറ്റെടുക്കുന്നുണ്ടോ? അപ്പൊ ഒരാൾ പറഞ്ഞതാ, ഞാനത് ഏറ്റെടുത്തു, ഞാൻ ആ നിസ്കാരത്തില് വന്നത്. അപ്പൊ അതിന്റെ ഗൗരവമുണ്ട്. മാത്രമല്ല പിന്നെ റസൂലൊന്നും എന്ത് ചോദിച്ചാൽ, ഈ ആളെ കാണുമ്പോ, ഈ കട ഏറ്റെടുത്ത ആളെ കാണുമ്പോ ഒക്കെ ചോദിക്കും, ഞാൻ കടം വീട്ടി പോയി? ഇല്ല ഇല്ല എന്ന് പറയും. അങ്ങനെ ഒരു പ്രാവശ്യം അയാൾ പറഞ്ഞു, അപ്പൊ വീട്ടിൽ കൊടുത്തു. അപ്പൊ റസൂലുള്ള പറയണത്, ഇപ്പോഴാണ് ആ മയ്യത്തിന്റെ തൊലി ആശ്വാസം. ഈ കടത്തിന്റെ ഉത്തരവാദിത്തം അത്ര ഗൗരവമാണ്. നമ്മളെല്ലാരും ഈ ഇളകിയുണ്ടല്ലോ ആധാരം കൊണ്ട് ബാങ്ക് കൂടുന്ന ആൾക്കാർ നല്ലോണം ശ്രദ്ധിച്ചു. അവിടുന്ന് ഇവിടുന്ന് കാശ് വാങ്ങുക, എന്നിട്ട് അത് സമയത്ത് നേരത്തെ കൊടുക്കാതെ
ഇതോ അതുകൊണ്ടാണ് എന്ത് ആ സമയത്ത് അതൊരാളെ ഏൽക്കണം എന്നുള്ളതും അത് കൊടുത്തു വീട്ടണം എന്നുള്ളതും ഒക്കെ. അപ്പൊ അങ്ങനത്തെ ചില ഗൗരവപരമായ കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് എന്ത് ചെയ്യുക, ഒന്ന് അറിയിക്കുക, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ അതിനുശേഷം പിന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കുക ശരിക്ക്. എന്നിട്ട് അതിനിങ്ങനെ ആമീൻ പറഞ്ഞ് ഒരു സംസാരം അവസാനിപ്പിക്കുമ്പോ പടച്ചോനെ അവർക്ക് പുറത്തു കൊടുക്കട്ടെ, സ്വർഗം കൊടുക്കട്ടെ, യെസ് കഴിഞ്ഞു. പിന്നെ അത് അങ്ങനെ എടുത്ത് പറഞ്ഞ് അതൊരു സംഭവമായി മാറുക. പിന്നെ നിസ്കാരത്തിന് വലിയ വില. പിന്നെ നിസ്കാരം എന്തിനാ? അവിടെയുള്ള ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് നിസ്കാരമാണ്. ആ നിസ്കാരം ആത്മാർത്ഥമായിട്ടാണ് പിന്നെ 4 തക്ബീർ അതിനുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്നത്. അതാ ചെയ്യേണ്ടത്. അതിന് പകരം അതിന്റെ ഇടയിൽ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്. ഇപ്പോ മറ്റു സമസ്തയുടെ ചില പള്ളികളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന സ്വഭാവം എന്താ വെച്ചാല് അവിടെ നിന്നിട്ട് ഒരു 10-25 മിനിറ്റ് പിന്നെ യാസീൻ ഓതലും ദിക്റ് ചൊല്ലലും പിന്നെ ഒരുപാട് പ്രസംഗവും എന്തൊക്കെയാണ്. എന്നിട്ട് ഈ കാല് പ്രയാസമുള്ള ആൾക്കാർ, ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, ഷുഗർ ഉള്ള ആൾക്കാർ. എന്നാള് ഒരു പള്ളിയിൽ നിന്ന് ഞാൻ നിസ്കരിക്കുന്നതിനിടയിൽ കുഴഞ്ഞു പോകും ഒരാൾ. അപ്പൊ എന്താ വെച്ചാൽ നിസ്കരിക്കാൻ നിസ്കരിക്കാൻ വളരെ കുറച്ച് സമയം പോരെ, പക്ഷെ വന്ന് നിന്നിട്ട് കുറെ നേരമായി. ഈ നിന്നിട്ട് ചെയ്യണ എന്താ, എല്ലാരും എത്തിയിട്ടുണ്ട്, പക്ഷെ ഈ പരിപാടി കഴിയണില്ല. ഇത് ഇസ്ലാമിൽ എവിടെയുള്ളത്? അപ്പൊ ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവരികയാണ്. എന്നിട്ട് കൊണ്ടുവന്ന് അങ്ങനെ ഒരു ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ അവിടുത്തെ ആളുകളൊക്കെ ഒന്ന് കയ്യിലെടുക്കാൻ, ആ കുടുംബത്തിന് നിന്ന് കയ്യിലെടുക്കാനൊക്കെ വേണ്ടി ചില ആൾക്കാർ കാണിക്കുന്ന അഭ്യാസങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ എന്തായി, മറ്റേ ആചാര്യക്ക് വേണ്ടി കണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈ ആചാര്യക്ക് വേണ്ടി അത്ര പ്രാർത്ഥിച്ചു. അപ്പൊ വ്യത്യാസം വന്നില്ല. അപ്പൊ ഓലെ സമാധാനാക്കാൻ വേണ്ടി കണ്ടോ അങ്ങനെ പറയുന്നില്ല. ഇതൊന്നും നമ്മള് അങ്ങനെ പുതിയ സംഗതികൾ വരുമ്പോ ഒക്കെ എന്ത് ചെയ്യണം, ജാഗ്രത നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇത്തരം ചില തിരുത്തലുകൾ കൂടി ഈ രംഗത്ത് നമുക്ക് വളരെ അത്യാവശ്യം. അതുപോലെ ഖബറ്, ആ ഖബറ് പിന്നെ ഖബറ് മറമാടി കഴിഞ്ഞാൽ അവരുടെ അടയാളത്തിന് വേണ്ടി ഒരു കല്ലവിടെ വെക്കാം, അതൊരു ഖബറാന്ന് മനസ്സിലാവും, അത്ര മതി. പക്ഷെ അത് പിന്നെ എന്തായി, പേരെഴുതുന്ന സാധനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന സ്വഭാവമായി. ഇപ്പൊ എനിക്ക് പരിചയമുള്ള പള്ളികൾ, ആ പള്ളിയിൽ ഞാൻ നോക്കുമ്പോ പിന്നെ ഒരുപാട് ഖബറിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഖുതുബയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ ഗൗരവം, അത് എഴുതി വെക്കാൻ പാടില്ല എന്നുള്ള ഹദീസും കാര്യങ്ങളും കുറച്ച് ഗൗരവപൂർവ്വം പറഞ്ഞു. അൽഹംദുലില്ലാഹ് ഖുതുബ കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞത് ഇവിടുത്തെ കമ്മിറ്റിക്കാരത് പോയി എടുത്തിടുക എന്ന് പറയുമ്പോൾ വലിയ പ്രയാസം. നിങ്ങളൊക്കെ വാപ്പാന്റെയും ഉമ്മാന്റെയും അതുപോലെ ആൾക്കാർ തോണല്ലോ അപ്പൊ അത് വെച്ചിട്ടുണ്ടാകുക. അത് സ്വന്തം കുടുംബങ്ങൾ തന്നെ പോയിട്ട് എന്ത് ചെയ്യുക, അത് എടുത്താൽ ഒഴിവാക്കിയാൽ മതിയാണ്. ആളുകൾ നിസ്കാരം കഴിഞ്ഞിട്ട് നല്ലൊരു വിഭാഗം ആൾക്കാർ നേരെ ഖബർസ്ഥാനിക്കാണ് പോയിട്ട് ഓരോന്നോട് പറിച്ചിട്ട് അവിടെ ഒരു വലിയൊരു കുഴി ഉണ്ടായി കൊണ്ടിട്ടു. അപ്പൊ ഇത് ആളുകൾക്ക് അറിവില്ലാത്തിന്റെ പ്രശ്നമുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലോ, അത് ഒരാൾ വെച്ചാൽ മതി. പിന്നെ ഇപ്പൊ ഞങ്ങളെ നാട്ടിൽ തന്നെ ഒരാൾ മരിച്ചപ്പോ അയാളുടെ മകൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങള് പേരെഴുതിയിട്ട് സാധനം കൊണ്ടെന്ന് വെച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, പറ്റില്ലല്ലോ, നമ്മളവിടെ പള്ളിയിൽ ചെയ്യാറില്ലല്ലോ, അത് അള്ളാഹുവിന്റെ റസൂൽ നിരോധിച്ച കാര്യമല്ലേ. അപ്പൊ ഞാൻ എന്താ, മറ്റേ പള്ളിയിലുണ്ടല്ലോ, അവിടെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അവിടെ ഉള്ളത് നടത്താനല്ല ഈ പള്ളി ഖുർആനും സുന്നത്തുള്ളത് നടത്തല്ല. അത് ഗൗരവം പറഞ്ഞു. അതിനെന്ത് വേണം, ആ നിലക്ക് ദീനും കാര്യങ്ങളും അറിയുന്ന ആളുകൾ ഉണ്ടാവണം, അത് പറഞ്ഞു കൊടുക്കുമ്പോൾ. ഞാൻ പറയുന്നത് ഓരോ രംഗത്തും നാട്ടിൽ നടക്കുന്നതല്ല നമ്മുടെ മഹല്ലിൽ നടക്കേണ്ടത്, ദീനിലുള്ളതാണ് നടക്കേണ്ടത് എന്നുള്ളൊരു ഉറപ്പ് നമ്മൾ വരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മക്കളുമായിട്ടുള്ള ബന്ധം, മക്കളും പള്ളിയുമായിട്ടുള്ള ബന്ധം, നമ്മൾ ഈ ഇരിക്കുന്ന രക്ഷിതാക്കൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമ്മളെ കുട്ടികൾ ഈ പള്ളിയുമായി ബന്ധപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അവരെ നമ്മൾ കൂടെ കൊണ്ടുവരിക. അല്ലെങ്കിൽ ഈ ചെറിയ കുട്ടികളെ കാര്യത്തിൽ എപ്പോഴും പല പള്ളികളിൽ തർക്കമുണ്ടാവും. അതായത് ചെറിയ കുട്ടികൾ നമ്മളെ കൂടെ നിസ്കരിക്കാൻ വരും, നമ്മളെല്ലാവരും കൈകെട്ടി അവരെന്ത് ചെയ്യും, ഇറങ്ങിപ്പോവും. പിന്നെ ആ സെഫിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കും, ചിലപ്പോൾ ചെറിയ ശല്യമൊക്കെ ഉണ്ടാക്കി വരും. അപ്പോഴേക്ക് നിസ്കാരം കഴിയുമ്പോൾ ചില ആൾക്കാരെന്താവും, ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും, എന്താണ് നിസ്കരിക്കാൻ സ്വീരല്ലാതെ കുട്ടികളെ ആരോ. പിന്നെ ആ കുട്ടി അതും കേട്ടാൽ പിന്നെ ജന്മത്തിൽ ഈ പള്ളികൾ കണ്ടില്ല. നമ്മൾ ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മനസ്സുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഈ സ്ഥിരം ഇതുപോലുള്ള ക്ലാസ്സിലും പള്ളിയിലും അതുപോലെ ജമാഅത്തും ജുമാക്കും ഒക്കെ കുട്ടികൾ ഇങ്ങനെ കൊണ്ടുവന്ന് ശീലിച്ചാൽ പിന്നെ ആ കുട്ടികൾക്ക് അറിയാം അവിടെ എങ്ങനെ ഇരിക്കേണ്ടത്. ഇത് ഒട്ടും കൊണ്ടുവരാതെ ഇടക്ക് കൊണ്ടുവരുമ്പോഴാണ് എന്ത് ആകെ പ്രശ്നം. അപ്പൊ കുട്ടികളെ ശീലിപ്പിക്കുക തന്നെയാണ് വേണ്ടത്. അതിന്റെ ഇടയിൽ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റസൂലുള്ള നിസ്കരിക്കുക, ഇമാമ് നിൽക്കുന്ന സമയത്ത് വരെ കുട്ടികൾ എന്ത് ചെയ്തിട്ട് തൂള് കയറി എന്ന് പറയുന്നു. അതുപോലെ കുട്ടികളെ കരച്ചിൽ കേട്ടപ്പോൾ റസൂലുള്ള എന്ത് ചെയ്തു, ഇനി അടുത്ത പ്രാവശ്യം ആ കുട്ടികളെ കൊണ്ടുവരരുത് എന്നല്ല പറഞ്ഞത്, അതിനനുസരിച്ച് ആ ഉമ്മക്ക് വിഷമം ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ ഖുർആന്റെ പാരായണം കുറക്കുക ചെയ്തു, വേഗം നിസ്കാരം നിർത്തുക ചെയ്തു.
അതിനർത്ഥം ഈ കുട്ടികൾ ചെറുപ്പം മുതൽ എന്താണോ അവരിങ്ങനെ പാർക്കിലും ബീച്ചിലും അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ ആർഭാടുള്ള കല്യാണത്തിന് അവിടെ പോപ്കോൺ തിന്നാനും അങ്ങനത്തെ സാധനത്തിന് മാത്രമേ നമ്മൾ കുട്ടികളെ കൊണ്ടുപോകുള്ളൂ. ആ കുട്ടികൾ ആ രീതിയിലാണ് വളരുക. അങ്ങനെയല്ല, പള്ളിയിൽ കൊണ്ടുവന്ന് ശീലിപ്പിക്കണം, ഖുർആൻ ക്ലാസ്സിന് കൊണ്ടുവന്ന് ശീലിപ്പിക്കണം, ഇങ്ങനെ അന്തരീക്ഷത്തിൽ കൊണ്ടുവന്ന് ഇതേപോലെ ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ ആ പരിപാടിക്ക് കുട്ടികൾ വന്നിരിക്കണം. കുട്ടികൾ അപ്പോഴാണ് ഇത് കണ്ട് ശീലിച്ചതിന്റെ ആ സംസ്കാരത്തോടൊപ്പം പോവുള്ളൂ. അതിനർത്ഥം ചില രക്ഷിതാക്കളുണ്ട് എന്ത് മൗലവി പറഞ്ഞില്ലേ കുട്ടികളെ കൊണ്ടുവന്ന് ജോലി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ കുറച്ച് പ്രശ്നമൊന്നുമില്ല, അവൻ കുറച്ചൊന്ന് ഉസാറായിക്കോട്ടെ എന്നുള്ള നിലക്ക് അത് പറ്റില്ല. കുട്ടികൾ കുറച്ചൊന്ന് ഓവറാകുമ്പോൾ അവിടെ അന്ന് ഇരിക്കുക അവിടെ നിന്ന് പറയും. അത് ഒട്ടും പറയാത്ത അപൂർവം രക്ഷിതാക്കളും ചിലപ്പോൾ ഉണ്ടായാലുണ്ട്. കുട്ടികളല്ലേ കളിച്ചോട്ടെ എന്നുള്ളത്. അത് വേണ്ട, പള്ളിയാണെങ്കിൽ കുറച്ചൊക്കെ നിയന്ത്രിക്കാനും നമ്മൾ ശ്രമിക്കുമാണ്. അപ്പൊ അത് ശ്രദ്ധിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മക്കള് ഏത് പ്രായക്കാരാണ് ആ പ്രായക്കാർക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ പള്ളി കേന്ദ്രീകരിച്ചും നമ്മുടെ ഈ പ്രസ്ഥാനം കേന്ദ്രീകരിച്ചും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം. ഈ വരുന്ന ഒക്ടോബർ 11, 12, 13 ഈ 3 ദിവസം തിരുവനന്തപുരത്ത് ഇപ്പൊ നമ്മളെ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കുള്ള കോൺഫറൻസ് നടക്കും. ഈ ഇരിക്കുന്ന കൂട്ടത്തില് എഞ്ചിനീയറിങ്ങിന്, മെഡിസിന്, പാരാമെഡിക്കൽസ്, അതുപോലെ MBA, BBA പോലെയുള്ള പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിപ്പോ ആലോചിക്കുക അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, ഇല്ലെങ്കിൽ ഉടനെ ചെയ്യണം. രക്ഷിതാക്കൾ ആലോചിക്കുക നിങ്ങളെ മക്കളില് ഈ പ്രായക്കാരി പറഞ്ഞ കോഴ്സിന് പഠിക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ അവർ ചെയ്യണം. എന്തിനു വേണ്ടിയാ ചെയ്യേണ്ടത്? അവിടെ കുറെ ആളുകൾ ഉണ്ടാകാനല്ല, അത് അവിടെ ഉണ്ടായിക്കൂടെ. അത് പറയാൻ കാരണം 10-25 കൊല്ലമായി തുടങ്ങിയിട്ട് 25 കൊല്ലത്തിന്റെ ഇടയിൽ കൂടല്ലാതെ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ആള് കുറഞ്ഞിട്ടൊന്നുമില്ല. എന്തിനാ പിന്നെ ഈ കുട്ടികൾ നിങ്ങൾ ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ടാണ് എൻട്രൻസിന് കൊടുക്കുന്നത്, അതിന്റെയും ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ടാണ് അവർക്ക് കോഴ്സ് കൊടുക്കുന്നത്. എന്നിട്ട് അവര് ഒരു എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ഉണ്ടായി വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്വഭാവം മാറണം, അവിടെ പാട് മാറണം. പിന്നെ അവർക്ക് വാപ്പാനെ കണ്ടുപിടിക്കൂല, ഉമ്മാനെ കണ്ടുപിടിക്കൂല, അവരുടെ സംസ്കാരം വേറെയാണ്. പിന്നെന്താ കൊണ്ട് കാര്യം? നമുക്ക് എന്ത് വേണം? ദീനുള്ള ഒരു ഡോക്ടറെ കിട്ടണം, ദീനുള്ള ഒരു എഞ്ചിനീയറെ കിട്ടണം. അതിനെന്ത് വേണം? ദീനീ ബോധം കൂടി അവർക്ക് നിർബന്ധമാണ്. അതിനുള്ള മാർഗമാണ് ഇതുപോലുള്ള സംവിധാനങ്ങൾ. അപ്പൊ അത്തരം സ്ഥലങ്ങളിൽ എത്തിക്കണം. പക്ഷെ ചില കുട്ടികൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അന്ന് എനിക്ക് ഒരിക്കലും മാറ്റാൻ പറ്റാത്തൊരു എക്സാം ഉണ്ട്, മറ്റുണ്ട്, മറിച്ചുണ്ട്, അല്ലെങ്കിൽ എന്റെ സുഹൃത്തിന്റെ വീട്ടില് ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഞങ്ങളൊക്കെ കമ്പനി ആയിട്ട് പോകണം, അന്ന് ഞാൻ മാത്രം പോകാതെക്കാൻ പറ്റൂല. അപ്പൊ അങ്ങനെ വാപ്പാക്കും കയ്യും കാലൊക്കെ കഴിഞ്ഞ് അവൾക്ക് ഭയങ്കര പരിപാടി ഉണ്ട്, ഇത്രയും വരാൻ പറ്റില്ല, അത്രയും. ഇത് മഹാ അപകടമാണ്. അങ്ങനെ കുട്ടികൾ ഇത്തരം കാര്യത്തേക്ക് വിളിച്ചാൽ താല്പര്യം കാണിക്കണില്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ, കുട്ടികൾക്ക് അസുഖം പിടിവിട്ട് തുടങ്ങിയിട്ടുണ്ട്. അസുഖം പിടിപെട്ട് തുടങ്ങിയതിന്റെ ലക്ഷണമാണ് ആ കാണുന്നത്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുന്ന കാര്യം. അപ്പൊ അത്തരം നമ്മളെ ഈ പള്ളിയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതാത് സമയത്ത് എന്ത് ചെയ്യും, ഇത്തരം കാര്യങ്ങൾ ഖതീബ് ഉത്ബോധിപ്പിക്കും. അപ്പൊ അത് ഉത്ബോധിപ്പിക്കുമ്പോൾ ആ കാര്യം കേൾക്കുക, അതിലേക്ക് പോവുക. അതുപോലെ ഇപ്പൊ അടുത്ത ദിവസം പെരിന്തൽമണ്ണ വെച്ച് നമ്മുടെ അധ്യാപക സമ്മേളനം നടക്കും. അപ്പോൾ അവിടെ ഉള്ള അധ്യാപകന്മാരായ ആരൊക്കെ ഉണ്ടോ അവരവിടെ വരണം. അപ്പൊ നമ്മൾ അധ്യാപകൻ ആരാണ്, ഈ കാലഘട്ടത്തിൽ അധ്യാപകന്റെ ചുമതലകൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ കാഴ്ചപ്പാട് കിട്ടും. അങ്ങനെ കാഴ്ചപ്പാടുള്ള അധ്യാപകരുണ്ടാവും. ആ കാഴ്ചപ്പാടുള്ള അധ്യാപകർ നമ്മൾ ഈ മഹല്ലിന് ഒരു വലിയൊരു മുതൽക്കൂട്ടാണ്. അങ്ങനെ ഓരോ കാറ്റഗറിയിലും നമ്മൾ വെക്കുന്ന പ്രോഗ്രാമുകൾ, കാര്യങ്ങൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിനോടൊപ്പം നമ്മൾ സഞ്ചരിക്കണം. അതുപോലെ ലഹരിയുമായി ബന്ധപ്പെട്ട സംഗതികൾ, നമ്മുടെ മഹല്ലിൽ ഈ ലഹരി ഉപയോഗിക്കുന്ന സംഗതികൾ നമുക്ക് മൊത്തം നിർത്താനൊന്നും കഴിയില്ല. പക്ഷെ നമുക്ക് നമ്മളെ മക്കളെയും നമ്മളെയും നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും. അത് ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ലഹരിന്റെ സാധനം ഈ ഹാൻഡ്സും പാൻപരാഗും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അതിന്റെ തുടക്കം ഉണ്ടാക്കുന്നത്. അതാരും കാണാതെ ഉപയോഗിച്ച് തുടങ്ങും. അങ്ങനെ അത് മുന്നോട്ട് പോയാൽ പിന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഞാൻ പറഞ്ഞുതരാം. ഈ ആൾക്കാരെ മുൻപിൽ മൂടി വെച്ചുകൊണ്ട് ആരും കാണാതെ തെറ്റ് ചെയ്ത് നടക്കുന്ന ആൾക്കാരുണ്ട്, സ്വകാര്യമായി തിന്മ ചെയ്ത് നടക്കുന്ന ആൾക്കാർ. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തിന്മ എത്ര നമ്മൾ മൂടി വെച്ചാലും അത് നമ്മുടെ മുഖത്ത് പ്രകടമാവുക തന്നെ ചെയ്യുമെന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നലിൽ ഹസനത്തി ദിയാഅൻ ഫിൽ വജ്ഹി, നന്മ ചെയ്യുന്നത് അതിന്റെ പ്രകാശം മുഖത്ത് കാണും. നിശ്ചയമായി നന്മ ചെയ്യുന്നതിന്റെ പ്രകാശം ഈ മുഖത്ത് കാണും. വനൂറൻ ഫിൽ ഖൽബ്, അവരുടെ ഹൃദയത്തിൽ എന്തുണ്ടാവും? വെളിച്ചമുണ്ടാവും. വസഅതൻ ഫിൽ റിസ്ഖ്, അവരുടെ ഉപജീവന മാർഗം വിശാലമാകും. വഖുവ്വതൻ ഫിൽ ബദൻ, അവരുടെ ശരീരത്തിന് നല്ല കരുത്തുണ്ടാകും. വമഹബ്ബതൻ ഫീ ഖുലൂബിൽ ഖൽഖി, അവരുടെ ഹൃദയത്തില് വല്ലാത്തൊരു ഇഷ്ടമുണ്ടാകും. മറ്റുള്ള ആളുകൾക്ക് അവരെ കുറിച്ച് വലിയ ഇഷ്ടമുണ്ടാകും. ഇത് നന്മ ചെയ്യുന്ന ആളുകളെ പറ്റി പറഞ്ഞത്. പിന്നെയോ വഇന്നലി സയ്യിഅതി, എന്നാൽ തിന്മ ചെയ്യുന്ന ആളുകളാണെങ്കിലോ
സവാദം ഫിൽ വജ്ഹ്, അവരുടെ മുഖം എപ്പോഴും കരുവാളിച്ച അവസ്ഥയായിരിക്കും, ഒരു ശോഭ ഉണ്ടാവില്ല. വളുൽമത്തും ഫിൽ ഖൽബ്, അവരുടെ ഹൃദയത്തില് എപ്പോഴും ളുൽമുണ്ടാകും, ഇരുട്ടുണ്ടാകും. വവഹ്നും ഫിൽ ബദൻ, അവരുടെ ശരീരത്തിൽ എപ്പോഴും ക്ഷീണിച്ച ഒരു തഴബാനായ അവസ്ഥയായിരിക്കും ഉണ്ടാവുക. വനഖ്സും ഫിൽ റിസ്ക്, അവരുടെ ഉപജീവന മാർഗം എപ്പോഴും കുടുസായിരിക്കും. ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴേക്കും വേറൊരു പ്രശ്നം ഉണ്ടാവും, ഒരു കടൻ വീട്ടുമ്പോഴേക്കും വേറൊരു കടൻ ഉണ്ടാവും, എന്നും പ്രയാസവും ബുദ്ധിമുട്ടുമായിരിക്കും. വബുഗ്ളത്തും ഫീ ഖുലൂബിൽ ഖൽഖ്, മറ്റുള്ള ആളുകളുടെ ഹൃദയത്തിൽ അവരെ കുറിച്ച് ഒരു കോപമുണ്ടാവും, ദേഷ്യം ഉണ്ടാവുകയും ചെയ്യുക. പറഞ്ഞു മനസ്സിലായോ? രഹസ്യമായി തിന്മ ചെയ്യുന്ന ആളുകൾ അത് എത്ര മൂടി വെച്ചാലും അതെന്ത് ചെയ്യും? നമ്മുടെ മുഖത്തുണ്ടാവും. മാത്രമല്ല, അത്തരം ആളുകളെ, സത്യവിശ്വാസികളായ ആളുകൾക്ക് അവരുടെ ഹൃദയത്തിൽ ഒരു വലിയ അവരെ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നല്ലോണം എന്ത് ചെയ്യണം? നമ്മൾ ഈ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാകണം. ലഹരി വസ്തുക്കളാകട്ടെ, ലൈംഗികമായ സംഗതികളാകട്ടെ, നേരത്തെ ആരിസ്മോലി ഇവിടെ സൂചിപ്പിച്ചു, അത്തരം കാര്യങ്ങളൊന്ന് രഹസ്യമായി കൊണ്ടുനടക്കുന്ന ഒരു ഏർപ്പാട് ഒരു കാരണവശാലും നമ്മുടെ മഹല്ലിൽ ഒരാൾക്കും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ ഒന്ന് പെൺകുട്ടികൾക്കിടയിൽ കാണുന്ന ഒരു സംഭവമാണ് ഈ വിവാഹം വൈകിപ്പിക്കുക എന്നുള്ളത്. വിവാഹത്തിന് സമയമായില്ലേ എന്ന് ചോദിച്ചാൽ കുട്ടികൾ പറയുന്നത്, ഞാനിപ്പോ +2 ആണ്, അത് കഴിയട്ടെ, ഡിഗ്രി ആവട്ടെ. ഡിഗ്രി ആയാൽ പറയും എന്ത്? ഡിഗ്രി കംപ്ലീറ്റ് ആവട്ടെ. ഡിഗ്രി കംപ്ലീറ്റ് ആയാൽ PG എടുക്കട്ടെ എന്ന്. PG കംപ്ലീറ്റ് ആയാൽ എനിക്ക് ഇനി ഒരു ജോലി കിട്ടട്ടെ. എന്താ സംഭവം എന്നറിയോ? ഒരു കരിയർ ഭ്രാന്ത് ഇന്ന് സമൂഹത്തിലുണ്ട്. ജോലി ഉണ്ടെങ്കിൽ ഒരു പെൺകുട്ടിക്ക് നിലനിൽപ്പുള്ളൂ. ഇത് ഇസ്ലാമിക കാഴ്ചപ്പാടല്ല. അത് ഇവിടെയുള്ള മുതലാളിത്തവും കമ്പോളവൽക്കരണവും അതുപോലെ തന്നെ ഇവിടെയുള്ള ഫെമിനിസവും ലിബറലിസവും അടിച്ചേൽപ്പിച്ച ഒരു ചിന്തയാണ്. ഒരു എന്തിനാ സംഭവം എന്നറിയോ? പെൺകുട്ടികൾക്ക് ഇവർ പറഞ്ഞു പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ സ്വസ്ഥത ഉണ്ടാകണമെങ്കിൽ, നിങ്ങളെ ഭർത്താവിന്റെ മുമ്പിൽ ഞെളിഞ്ഞു നിൽക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണം. നിങ്ങൾക്ക് ചെലവാക്കാനുള്ള കാശ് നിങ്ങളെ കയ്യിൽ വേണം. ഇത് ഭർത്താവിനെ യുദ്ധം ചെയ്യാനാണ് ഈ പറയുന്നത്. അതാണ് അവിടെ വിഷയം. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താ? ഇവളുടെ ചെലവ് നടത്തേണ്ട ഉത്തരവാദിത്വം പുരുഷനാണ്. സ്ത്രീന്റെ കയ്യിൽ നിന്ന് നയ പൈസ വാങ്ങാൻ പാടില്ല. അവള് വീട് പുലർത്തേണ്ട ഒരു ആവശ്യമില്ല. എന്നാൽ അവൾക്ക് സമ്പാദിക്കാം, അവൾക്ക് ജോലി ചെയ്യാം, അത് അനുവാദം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതൊരു നിർബന്ധ സംഗതിയായിട്ട് ഇന്ന് എന്ത് ചെയ്യാൻ നമ്മളെ പെൺകുട്ടികൾക്കിടയിൽ വരും. അവിടെ എന്താ സംഭവിക്കുക? യഥാസമയം നിക്കാഹ് നടക്കൂല. പക്ഷെ നിക്കാഹേ കല്യാണം നടക്കാത്തേ ഉണ്ടാവുള്ളൂ. കല്യാണത്തിലൂടെ നടക്കേണ്ടതൊക്കെ പാർക്കിൽ നടക്കുന്നുണ്ടാവും, കോളേജിന്റെ വരാന്തയിൽ നടക്കുന്നുണ്ടാവും, ടൂറ് പോകുമ്പോൾ നടക്കുന്നുണ്ടാവും. ഇതിലൊന്നും കുഴപ്പമുണ്ടാവില്ല. എത്ര കുടുംബങ്ങളാണ് കലങ്ങിക്കൊണ്ടിരിക്കുന്നത്, എത്ര വിവാഹങ്ങളാണ് ഡിവേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കാരണം ഈ കുട്ടികൾ മുമ്പ് കോളേജിലും ടൂറിനും ഒക്കെ പോയ സമയത്ത് പല പുരുഷന്മാരുടെ മടിയിൽ കടന്ന ചിത്രങ്ങൾ, അവർ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ, അതൊക്കെ യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നും കൊണ്ടുവന്നിട്ട് ഈ ഭർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പം കാണുന്നതോടുകൂടി ഇവൾ ഇത്ര മോശമായിരുന്നു, എന്നാ പിന്നെ വേണ്ട. ഇത് ഈ പെൺകുട്ടികൾ എന്ത് ചെയ്യണില്ല മനസ്സിലാക്കണം. ഇത് കേൾക്കുന്ന പെൺകുട്ടികൾ നല്ലോണം ശ്രദ്ധിച്ചോളും. അന്യ പുരുഷന്മാരെ അന്യ ആൾക്കാരുടെ കൂടെ ആടി അവരോടൊപ്പം വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് കറങ്ങുന്ന സ്വഭാവം പാർക്കിലും അവിടെയും ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെയാണ് നിങ്ങൾ അമ്മാനമാടുന്നത് എന്ന് ഗൗരവബോധം ഉണ്ടാണ്. രക്ഷിതാക്കൾക്ക് ആ കാര്യം ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, ഇത്തരം സംഗതികളിൽ ഒരിക്കലും വിവാഹം വൈകിപ്പിച്ചാൽ ഇത് ഇത്തരം അപകടങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മളെ കുട്ടികൾ അതിൽ നിന്ന് മാറി അവർക്ക് വിവാഹപ്രായമായി നല്ലൊരു വിവാഹം വന്നു കഴിഞ്ഞാൽ ഉടനെ വിവാഹം കഴിപ്പിക്കുക, ഒരിക്കലും വൈകാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ മദ്രസയിൽ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് നമ്മൾ ഉറപ്പുവരുത്തണം. അത് കമ്മിറ്റിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല, നമ്മുടെ കുട്ടികൾ അത് അവിടെ പോകുന്നു, കൃത്യസമയത്ത് എത്തുന്നു, അതിന്റെ കാര്യങ്ങൾ പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ പള്ളി എന്ന് പറയുന്നത് ആർക്കെങ്കിലും വിഷമോ കാര്യങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അത് വന്ന് പറയാനുള്ള സ്ഥലം കൂടിയാണ്, ഒരു മസ്ലഹത്തിന്റെ സ്ഥലം കൂടിയാണ്. ഒരു ഭാര്യയും ഭർത്താവും തന്നെ ഇനി വേറെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഈ പള്ളിക്ക് കഴിയണം. അത് അവിടെ പോയി പറഞ്ഞാൽ അത് കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളൊരു ബോധം നമ്മുടെ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് കൊടുക്കാനും കഴിയും. അങ്ങനെ പ്രയാസങ്ങൾ സുൽഹുണ്ടാക്കുന്ന സ്ഥലമായി പള്ളികൾ മാറേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വിഷമം അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ എല്ലാവരുടെ പ്രശ്നവും നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞോളുന്നില്ല. പക്ഷേ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അത് കൂട്ടായ്മയോടുകൂടി പരിഹരിക്കും. ഇപ്പൊ ഞങ്ങളുടെ നാട്ടില് ഒരു സഹോദരൻ ഇപ്പൊ അടുത്ത് തൗഹീദിലേക്ക് വന്നു, ഏകദേശം 1.5 വർഷമായിട്ടുള്ളൂ. അവന് ബ്ലഡ് ക്യാൻസർ വന്നു, മജ്ജ മാറ്റി വന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങോട്ട് വരുമ്പോ അവന്റെ കുടുംബങ്ങൾക്കൊക്കെ അതിലെന്തുണ്ട്, അവൻ വഹാബിയായി എന്നുള്ള വലിയ പ്രയാസനയാണ്, ഒരു ഒറ്റപ്പെട്ട അവസ്ഥ. പക്ഷെ അവനെ നമ്മളെ ആളുകൾ ഏറ്റെടുത്തു. ഇപ്പൊ അതിന്റെ കലശം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
ഒരു പ്രയാസം ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മഹലിൽ നിന്ന് വേഗം കത്ത് കൊടുത്ത് നിങ്ങൾ പിരിച്ചോളും തെണ്ടിക്കോളും എന്ന് പറയല്ല, അതെങ്ങനെ നമ്മളെ മഹലിൽ നിന്ന് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യണം. അതിന് കൂട്ടായി നമ്മൾ നിൽക്കണം, അവിടെ നമ്മളെല്ലാവരും ഇടപെടണം. അങ്ങനെ ക്ഷേമ പ്രവർത്തനങ്ങളും കാര്യങ്ങളും നടക്കുന്ന സ്ഥലത്ത്, അതുപോലെ തന്നെ പള്ളിയുടെ വൃത്തി, ആ വൃത്തിയുടെ വിഷയത്തിൽ നമ്മളെല്ലാവരുടെ ഇടപെടലുണ്ടാവണം, എല്ലാവരുടെ ഇടപെടലുണ്ടാവണം. അത് ബാത്റൂം ആകട്ടെ, മറ്റെന്തെങ്കിലും സംഗതികളാകട്ടെ. ചില ആളുകള് ഒരു കരടോ എന്തെങ്കിലും സാധനം കണ്ടാൽ അതിന്റെ അടുത്ത് വന്നിട്ട് പിന്നെ ഇങ്ങനെ വിളിക്കും, എവിടെ മോയത്തിന്, എവിടെ ആള്, ഇവിടെ കോരിക്ക എടുത്ത സംഗതി. ഒരു വസ്തുതയാണെന്ന് ശമ്പളം വാങ്ങുന്ന ആളാ പണിയെടുക്കണം എന്നുള്ളത്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താന്ന് ചോദിച്ചാൽ, ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ വേഗം ഇത് എടുത്തു കളഞ്ഞാൽ അതിന്റെ കൂലി എനിക്ക് കിട്ടുമല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, അത് എടുത്ത് ഒഴിവാക്കുക. അത് ആ നീയത്തോടു കൂടി നമ്മൾ ചെയ്യുക. അങ്ങനെ നമ്മളെല്ലാവരും ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പള്ളി എപ്പോഴും നീറ്റായിരിക്കും, വൃത്തിയായിരിക്കും. പക്ഷെ അതോടൊപ്പം ഇതിന് ചുമതലപ്പെടുത്തതിന് ശമ്പളം വാങ്ങുന്ന ആള് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഞാൻ ഈ പണി എടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് എന്റെ ശമ്പളം ഹലാലാകൂല എന്ന് അതിന്റെ പണിയെടുക്കുന്ന ആൾക്കാർ അങ്ങനെ ചിന്തിക്കേണ്ടതുണ്ട്. അവരങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, നമ്മൾ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ രണ്ടും കൂടി ആവുമ്പോൾ എന്ത് ചെയ്യും, ഈ കാര്യങ്ങളൊക്കെ വൃത്തിയോട് കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെ പള്ളി മദ്രസും കാര്യങ്ങളും നടന്നു പോകണമെങ്കിൽ എന്ത് വേണം, പാനനെ വാങ്ങാനല്ല പണി, കൊണ്ടടക്കാനാണ് പണി പറഞ്ഞത്. അതേമാതിരി പള്ളി ഉണ്ടാക്കാനല്ല പണി, പള്ളി അതിന് ശമ്പളം കൊടുത്ത് അതിന്റെ കറണ്ട് ബില്ല് അടിച്ച് കാര്യങ്ങൾ കൊണ്ടടക്കലാണ് പണി. അതിനെന്താ വേണ്ടത്, അത് നമ്മളൊരു വീട്ടിലെ അംഗമായി പള്ളിയെ നമ്മൾ ചേർക്കണം. നമ്മളെ വീട്ടിലൊരു അംഗം, ആ അംഗത്തിന് നമ്മളിപ്പോ എന്തൊക്കെ പ്രയാസം വന്നോ ഒക്കെ നമ്മളെ ഏറ്റെടുക്കും. അതേമാതിരി പള്ളിക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അത് നമ്മളെല്ലാവരും, ഈ പള്ളി എല്ലാവരുടെ വീട്ടിലെയും ഒരു അംഗമാണ് എങ്കിൽ എല്ലാവരും കൂടെ കൂടിയ പള്ളിത്തെ പ്രശ്നം വേഗം തീരും. അതെന്ത് വിഷയമാകട്ടെ, അത് സാലറിന്റെ വിഷയമാകട്ടെ, എന്താകട്ടെ, അത് നമ്മളെ കൊണ്ട് കഴിയണം നല്ലൊരു വിഹിതം ആദ്യം കൊടുക്കേണ്ടത് പള്ളിയത്തെയും മദ്രസത്തെയും കാശാകാം. അവിടെയാണ് നമ്മുടെ ദീനിന്റെ അളവ് പോലും മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താന്ന് വെച്ചാല്, എല്ലാം കൊടുത്ത്, ഏത് വീട്ടിലുള്ള 5 ഫോൺ ഉണ്ടെങ്കിൽ 5 ഫോണും മാസം റീചാർജ് ചെയ്യണം. അത് റീചാർജ് ചെയ്യേണ്ട കാശ് കൊടുത്തിട്ടുണ്ടോ? അതുപോലെ കറണ്ട്, മറ്റു സംഗതികൾ, വെള്ളം, എല്ലാം ഒക്കെ കഴിഞ്ഞിട്ട് അവസാനമാണ് എന്ത് ചെയ്യുക, പലപ്പോഴും മദ്രസത്തെ ഫീസിനെ പറ്റി ആലോചിക്കുക. എന്നിട്ട് അതൊന്നും ഉസ്താദൊന്ന് കടുപ്പിച്ച് ചോദിച്ചാലോ, കുറച്ചൊന്ന് കടുപ്പിച്ച് പറഞ്ഞ് നാളെ എന്തായാലും ഫീസ് കൊണ്ടുവരണം, ഇല്ലെങ്കിൽ രക്ഷിതാവിനെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോ രക്ഷിതാവ് കുട്ടിനെയും കൂട്ടി രക്ഷിതാവ് വരുന്നത്, അയാൾ ഭയങ്കരമായിട്ട് വന്ന് പിന്നെ അധ്യാപകനോട് ഭയങ്കരമായിട്ട് ഫയറിങ്, എന്തെങ്കിലും എന്റെ കുട്ടിനോട് പറഞ്ഞു നോക്കി ചോദിച്ചിട്ട്. അപ്പൊ എന്നാ അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്കുന്ന അന്നെങ്കിലും കൊടുത്തു പോവുക. അന്നും കൊടുക്കണില്ല, അന്നും കൊടുക്കാതെ പോവുക. പിന്നെന്താ വിവർത്തനം? ഇത് സ്കൂളിൽ പോയി 4 വയസ്സുള്ള കുട്ടിക്ക് പോയ 4000 രൂപ ഓട്ടോറിക്ഷക്ക് കൊടുക്കാൻ ഒരു പ്രശ്നമില്ല. അതേ രക്ഷിതാവിനാണ് ഈ 200 രൂപ മദർസയിൽ കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ട്. നമ്മളെ ദീനിന്റെ അളവ് പോലെ അവിടെ മനസ്സിലാവും. ഇവിടുത്തെ അവസ്ഥ എനിക്കറിയില്ല, ഞാൻ മൊത്തത്തിലുള്ള കാര്യം പറയാം. നമ്മൾ പള്ളിയത്തെയും മദ്രസത്തെയും കാര്യങ്ങൾ അതായിരിക്കണം ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വീട്ടേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത് ചുരുക്കം. അതുപോലെ തന്നെ സക്കാത്ത്, സദഖ. സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ട ആൾക്കാർ അത് കൊടുക്കണം. അത് കൊടുത്തിട്ടാണ് അവരുടെ സദഖയിലേക്ക് പോകുന്നത്. ചില ആൾക്കാർ സദഖ കുറെ കൊടുത്തിട്ടായി അതിലൂടെ എന്റെ സക്കാത്ത് വീടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്ന ആൾക്കാർ. അതൊന്നും ശരിയല്ല. അതിപ്പോ ഇവിടെ ബാങ്ക് കൊടുത്ത് ഇക്കാമത്ത് വിളിച്ചിട്ട് ഇതിന് മുമ്പ് നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, പിന്നെ ഇക്കാമത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇറങ്ങിപ്പോയാലോ, ഞാൻ നിസ്കരിച്ചില്ല 2 റക്അത്ത്, ആ നിസ്കാരം സുന്നത്താണ്, മറ്റേത് ഫർള. അതേമാതിരി സക്കാത്ത് ഫർളാണ്, അത് നിർബന്ധമാണ്. അത് കൊടുത്തു വീട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ആ സക്കാത്തിന്റെ കാര്യത്തിൽ ആ രീതിയിലുള്ളൊരു കാര്യം വേണം. പിന്നെ ഇവിടെ ശിഹാബ് എത്തിയിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ പൂരിപ്പിക്കും ഇൻഷാ അല്ലാഹ്. നമുക്ക് അധികം വൈകാതെ തന്നെ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഞാൻ ഈ പറഞ്ഞു പോയ മേഖലകൾ ഇത് വിശദമായി പറയേണ്ടതാണ്. ഇത് നിങ്ങൾ ഓരോ ഭാഗവും വെച്ചുകൊണ്ട് ഇവിടെ വിജ്ഞാന വേദിയോ മേലെ ഏതെങ്കിലും രീതിയിൽ വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കണം. അതിലൊക്കെ വിവാഹവുമായി ബന്ധപ്പെട്ട്, നിക്കാഹുമായി ബന്ധപ്പെട്ട കാര്യം, ഇദ്ദയുമായി ബന്ധപ്പെട്ട കാര്യം, ത്വലാഖുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, ഇതിലൊന്നും ആളുകൾക്ക് ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യം. ഇപ്പൊ ഈ വീടുകളിലൊക്കെ പ്രശ്നം ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം എന്താ? സ്വത്ത് ഭാഗം വെക്കുന്ന സമയത്ത് വരുന്ന അനീതികളോ അശ്രദ്ധകളോ അറിവില്ലായ്മകളോ അതാണ് പിന്നെ ആ കുടുംബത്തിൽ വിള്ളലുണ്ടാക്കുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതാണ് മാതാപിതാക്കളോട് ദേഷ്യമുണ്ടാകുന്ന സ്വഭാവം ഉണ്ടാകുന്നത്. അപ്പൊ എന്താണ്, എങ്ങനെയാണ് സ്വത്ത് ഭാഗം വെക്കേണ്ടത്, എന്താണ് ഇതിന്റെ നിയമം, എന്താണ് അനന്തരാവകാശം, ഈ പഠനങ്ങളൊന്നും പലപ്പോഴും നടക്കാറില്ല. ഇതൊക്കെയാണ് വീടകങ്ങളിലും കുടുംബങ്ങൾക്കകത്തൊക്കെ പ്രയാസങ്ങളുണ്ടാകുന്നത്.
അതൊക്കെ ഒരു മഹലിന്റെ ഉത്തരവാദിത്തമാണ്. ഓരോ വിഷയങ്ങൾ എടുത്ത് അതിന് പറ്റുന്ന പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് ആ കാര്യങ്ങൾ സ്വസ്ഥമായി പഠിച്ച് അങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. അപ്പൊ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് നമ്മുടെ പിന്നെ കുട്ടികളുടെ മനോഭാവം എന്താണെന്നറിയും, വളരെ അപകടകരമായ മനോഭാവത്തിലേക്കാണ് ഇപ്പൊ പോകുന്നത്. അതായത് ഇപ്പോ കേരളത്തിൽ ചില ആൾക്കാർ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ, പ്രായമായ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരെ ഇനി കുട്ടികൾ നോക്കണം എന്നില്ല എന്നുള്ളതാണ് പുതിയ ചിന്തയാണ്. കുട്ടികൾ നോക്കണം എന്നില്ല, അതിന് നല്ല സൗകര്യമുള്ള ഒരു വൃദ്ധസദനം എന്ന് പേരിടണ്ട, വേറെ എന്തെങ്കിലും പേരിട്ടിട്ട് എന്ത് ചെയ്യുക, ഒരു സംവിധാനം ഉണ്ടാക്കുക. എന്നിട്ട് അത് ജീവിച്ചിരിക്കുന്ന കാലത്തിന് അതിക്കൊരു വിഹിതം കൊടുക്കുക. അവസാനം ഈ സമയമാകുമ്പോൾ എന്ത് ചെയ്യുക, അവിടെ ഫ്രീ ആയിട്ട് പോയി ഇരിക്കുക. അങ്ങനെയുള്ള കേന്ദ്രങ്ങൾ കുട്ടികൾ അതൊരു സാധാരണ സംഭവമാകാൻ പോവാണ്. അതിനുള്ള കാരണങ്ങൾ കുറേയുണ്ട്, ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കേരളത്തിൽ നമുക്കറിയാം ഇന്ന് ഒരുപാട് വീടുകളിൽ ഉപ്പയും ഉമ്മയും ഒറ്റക്കാണ്, മക്കളൊക്കെ പുറത്താണ്, ഒന്നുകിൽ വിദേശത്ത് അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്ഥലത്ത്. പിന്നെ കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പൊ ഈ സ്വാഭാവികമായിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇവരെ നോക്കാൻ നിങ്ങൾ യു കെക്ക് പോകുന്നോളിന്നല്ല. യു കെക്ക് പോകുക എന്ന് പറഞ്ഞാല് ഈ വാപ്പാക്കാണെങ്കിൽ ഈ അന്തരീക്ഷത്തിൽ നിന്ന് ക്ലൈമറ്റ് മാറിക്കഴിഞ്ഞാൽ ശ്വാസം മുട്ട് വരും. നല്ല തണുപ്പുള്ള സ്ഥലത്ത് പോയി നിൽക്കാൻ കഴിയില്ല, അപ്പൊ വാപ്പാക്ക് പോകാൻ കഴിയില്ല. അപ്പൊ ഒരു ഇവിടെ തന്നെ നിൽക്കും. എന്നിട്ട് പിന്നെ അവസാനം പിന്നെ വാപ്പാനെ നോക്കുക എന്ന് പറഞ്ഞാൽ എന്താ, പ്രായമായിട്ട് ഏതെങ്കിലും ICUവിൽ കൊണ്ടുപോയിട്ട് അതിന്റെ ബില്ല് അടക്കുന്ന ഒരു പണി മാത്രമാണ് എന്ത് ചെയ്യുന്നത് അവസാനം മക്കൾക്ക് വരുന്നത്. ഇനി അന്ന് മരിച്ചാൽ അന്ന് പോലും ഇവർക്ക് എത്തിപ്പെടാൻ പലപ്പോഴും കഴിയുന്നു. ഇത് ഗുരുതരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത് കേരളത്തിൽ. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, മാത്രമല്ല കുടിയേറ്റങ്ങൾ. ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്ന കുട്ടികൾ പിന്നെ തിരിച്ചു വരുന്നില്ല, പിന്നെ അവരവിടെ കൂടുകയാണ്, അവരുടെ ജോലിയായിട്ട് കൂടുകയാണ്. അപ്പൊ ഈ പ്രശ്നം വർദ്ധിക്കാൻ പോകും. അപ്പൊ ഇവിടെ എന്ത് വേണം, നമ്മുടെ മക്കൾക്ക് ചെറുപ്രായത്തിൽ തന്നെ വാപ്പാനെ നോക്കേണ്ട ഉത്തരവാദിത്തം മക്കൾക്കാണ്. വഖദാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. ആ ആശയം എന്ത് ചെയ്യണം, കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ ഒരു വാപ്പാനെ നോക്കുക എന്നുള്ളത് മക്കളെ ബാധ്യതയിൽപ്പെട്ടതാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അത് ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ബാധ്യത മക്കളെ ബാധ്യത. എന്നാൽ ചില വീട്ടിൽ എന്തുണ്ടാവില്ല, അപ്പോ ഒരു മകനേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു മകളേ ഉള്ളൂ, അവനെന്നെ ചെറിയ ശാരീരിക പ്രയാസം, വാപ്പാനെന്ത് പിടിക്കാനോ ഒന്ന് ബാത്റൂമിൽ കൊണ്ടുപോകാനോ ഒന്നും കഴിയാത്ത അവസ്ഥ ഉണ്ടെങ്കിലോ അപ്പൊ ഒരു നേഴ്സിന്റെ സഹായം നമുക്ക് തേടാം, അവരവിടെ കൊണ്ടുവന്ന് നിർത്താം, അവർ ഉപയോഗിക്കാം. എന്നാൽ വേറൊരാള് അയാൾക്ക് മക്കളാരുമില്ല, കുടുംബങ്ങളാരുമില്ല. അപ്പൊ അങ്ങനത്തെ ഒരാൾക്ക് താമസിക്കണമെങ്കിൽ എന്ത് വേണ്ടി, നേരത്തെ പറഞ്ഞ സ്ഥാപനം വേണ്ടി വരും. അപ്പൊ ഇതിനെ നമ്മൾ വേണ്ടെന്നല്ല പറയണത്. പക്ഷെ ഇപ്പൊ പോണത് എടുക്കാന്ന് ചോദിച്ചാൽ അവസാനത്തെ ഓപ്ഷൻ ആകേണ്ട കാര്യം ഒന്നാമത്തെ ഓപ്ഷനായിട്ട് വരുന്നു. ഇതൊക്കെ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകും. അതുകൊണ്ട് ഒരു മഹല്ല് എന്ന് പറഞ്ഞാൽ അത് കേവലം അഞ്ചോത്തിന് ഇവിടെ ബാങ്ക് കൊടുക്കുക, നിസ്കരിച്ച എല്ലാവരും പിരിഞ്ഞു പോവുക എന്നുള്ളത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ മഹല്ല് സമൂഹത്തെ പഠിപ്പിക്കേണ്ടതുണ്ട്. അതിന് പ്രത്യേകം വിഷയങ്ങൾ വെച്ച് ക്ലാസ് എടുക്കണം. ആ ക്ലാസ് എടുക്കുമ്പോൾ നമ്മളെല്ലാവരും വരണം. അങ്ങനെ ഒരു ഒന്നിച്ചു പോവുക. പിന്നെ നമ്മള് എന്ത് വിഷയം ഒരു മഹല്ലുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക്, ഞാൻ മഹല്ല് നിവാസികളോട് പറയാണ്, നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അത് വീഡിയോ കോലായും വാട്സപ്പിലും അവിടെയും ഇവിടെയും ഫോണിലും അല്ല പറയേണ്ടത്. അത് പറയേണ്ടത് അതിന് കൃത്യമായ മീറ്റിങ്ങുകൾ ഉണ്ടാവും, ആ യോഗങ്ങൾ ഉണ്ടാവും, അതിൽ കൃത്യമായി പറയാം. അത് പൂർണ്ണമായിട്ട് മറ്റുള്ളവർക്ക് കേൾക്കുക, എന്നിട്ട് അത് ഒന്നിച്ച് പരിഹരിക്കുക. അങ്ങനെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നിടത്തേക്കാണ് എന്ത് ചെയ്യേണ്ടത്, മഹല്ലിലെ ഒരു സമൂഹം മുന്നോട്ട് വരേണ്ടത്. അങ്ങനെ വളരെ മാതൃകാപരമായി ഇൻഷാ അല്ലാഹ് ഈ ഒരു മഹല്ലിന് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്ത ഒരു സന്ദർഭമാണ് ഈ മഹല്ലിനുള്ളത്. അത് നിങ്ങൾ ആ രീതിയിൽ തന്നെ ഉത്തരവാദിത്തപൂർവ്വം നിർവഹിക്കണം. ഓരോരുത്തരും അവരവരുടെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കണം. അതിന് ഈ ഒരു മഹല്ല് സമ്മേളനം ഒരുമിച്ച് കൂടലും നമുക്കതിന് സഹായകമാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പടച്ച തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഷീദ് മാഷ് പറഞ്ഞ ഞാനാണ് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു പോന്നു. അതൊരു ഔപചാരികത മാത്രമാണ്. ഏതായാലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ഈ ഒരു പരിപാടിയുടെ തുടക്കം കൂടി കുറിച്ചതായിട്ടും സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അള്ളാഹു നാളെ പരലോകത്ത് ഏറ്റവും ഉന്നതമായ സ്വർഗം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന്